ആരെയാണ് അല്ലാഹുവിന്റെ ഹബീബ് അന്വേഷിക്കുന്നത്? എല്ലാവരും ചുറ്റുവട്ടവും നോക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പെട്ടെന്ന് പറയുകയാണ്, ഇതാ ഒരു പുരുഷൻ കടന്നു വരികയാണ്. ഒരു പുരുഷൻ ഇതാ ഈ സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. ആ പുരുഷനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. അത് സ്വർഗത്തിന്റെ ഒരു പുരുഷൻ, സ്വർഗത്തിലുള്ള ഒരു പുരുഷനാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. ആശ്ചര്യത്തോടുകൂടി, അത്യത്ഭുതത്തോടുകൂടി ആരാണ് ആ ഭാഗ്യവാനെന്ന് സഹാബാക്കൾ മുഴുവനും അത്ഭുത പരതന്ത്രരായി നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട സഹാബി കടന്നു വരികയാണ്. അൻസാരി വിഭാഗത്തിൽപ്പെട്ട ഒരു സഹാബി കടന്നു വരുന്നു. ആ സഹാബിയുടെ വേഷം പ്രച്ഛന്നമായ വേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മഹാനവറുകളുടെ താടിയിൽ നിന്ന് ഒന്നുകൊടുത്ത് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് താഴേക്ക് വീഴുന്നു. മഹാനവറുകളുടെ കാലിൽ ധരിക്കേണ്ട ചെരുപ്പ് ഇടം കൈയിൽ മഹാനവറുകൾ മുറുകെ പിടിച്ചിരിക്കുന്നു. വലം കൈയിൽ മഹാനവറുകൾ ഉടുത്തിരിക്കുന്ന മുണ്ട് ഒന്നുകൂടി മുറുകെ പിടിച്ചിരിക്കുന്നു. ഈ സഹാബിയെ കണ്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇത് പറഞ്ഞു ഒന്നാമത്തെ ദിവസം ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ദിവസവും അല്ലാഹുവിന്റെ ഹബീബിന്റെ മുൻപിൽ സന്തത സഹചാരിയായ സഹാബത്തുൽ കിറാം കൂടിയിരിക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയും അതാ അതുപോലെ തന്നെ ഒരു പുരുഷൻ കടന്നു വരികയും ചെയ്തു. രണ്ടാമത്തെ ദിവസവും ക്ലാസ് കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസമായപ്പോഴും ഇതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, എന്താണ് ഈ പ്രിയപ്പെട്ട സഹാബി കടന്നു വരുമ്പോൾ ഇങ്ങനെ പറയാനുണ്ടായ കാരണം? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഈ സഹാബിയുടെ ഹദറത്തിൽ ചെന്നിട്ട് പറയുന്നു, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി ഒരു 3 ദിവസം നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 ദിവസം കൂട്ടുകാരനായ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട സഹാബി പറഞ്ഞു, സ്വാഗതം, എന്റെ വീട്ടിലേക്ക് അങ്ങേക്ക് സ്വാഗതം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു 3 ദിവസം സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഈ സഹാബിയുടെ വീട്ടിൽ പോവുകയാണ്. ഈ സഹാബിയുടെ ജോലികൾ നോക്കുന്നു, ഈ സഹാബിയുടെ ഉറക്കം നോക്കുന്നു, ഈ സഹാബിയുടെ കിടത്തം നോക്കുന്നു, ഈ സഹാബിയുടെ സാമൂഹികമായ ജീവിതം നോക്കുന്നു, ഈ സഹാബിയുടെ കുടുംബപരമായ അന്തരീക്ഷങ്ങൾ നോക്കുന്നു, ഈ സഹാബിയുടെ മറ്റുള്ള എല്ലാ മേഖലകളും 3 ദിവസവും അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായി ഒന്നും കാണുന്നില്ല. അവസാനം അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു 3-ാമത്തെ ദിവസം പ്രിയപ്പെട്ട കൂട്ടുകാരനായ സഹാബിയോട് പറയുന്നു, അല്ല സഹാബി, ഞാൻ എന്തിനാണെന്നറിയുമോ അങ്ങയുടെ മുന്നിൽ 3 ദിവസം വന്നത്? അങ്ങയുടെ വീട്ടിൽ ഒരു അതിഥിയായി അങ്ങയുടെ മുന്നിലേക്ക് വന്നതിന്റെ കാരണം എന്താണെന്നറിയുമോ? അങ്ങയെക്കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. അതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചാണ് ഞാൻ വന്നത്. കാരണം അന്വേഷിച്ചാണ് വന്നത്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? അങ്ങ് സ്വർഗീയ ആരാമത്തിലാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ഈ സഹാബി പറയുന്നു, എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറയുന്നു, രാത്രിയുടെ യാമങ്ങളിൽ അതേ കുറ്റാക്കൂരിരുട്ടിന്റെ വേളകളിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അങ്ങ് ഇബാദത്തിന്റെ മേഖലകളിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. മാത്രമല്ല പള്ളിയിൽ ചടഞ്ഞിരുന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആപ്തവചനങ്ങളോ കേൾക്കുന്നില്ലല്ലോ. പകലന്തിയോളം നോമ്പ് പിടിച്ചുകൊണ്ട് ഇബാദത്തിലായി കഴിയുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെന്തിനാണ് സഹാബി, എന്താണ് അങ്ങയിലുള്ള പ്രത്യേകത? എന്ത് കാരണത്താലാണ് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങയെക്കുറിച്ച് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചതോ എന്ന് പ്രിയപ്പെട്ട സഹാബിയോട് പറയുമ്പോൾ ആ സഹാബി പറയുന്നു, എനിക്കറിയില്ല. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ കാരണം എന്ന് എനിക്കറിയില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിരാശയോടുകൂടി മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, ലാ അജ്ദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗസ്സാ വലാ അഹ്സിദു അഹദൻ അലാ ഖൈരിൻ അതാഹു അല്ലാഹു ഇയ്യാഹു.
അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, കൂട്ടുകാരാ, ഒരു കാര്യം ഞാൻ പറയുന്നു. രാത്രിയുടെ നിശയുടെ നിശബ്ദതയിൽ ഒരുപാട് ഇബാദത്ത് ചെയ്ത കഥകൾ എനിക്ക് പറയുവാനില്ല, ഒരുപാട് നിന്ന് നിസ്കരിച്ച കഥകൾ എനിക്ക് പറയുവാനില്ല, ഒരുപാട് ഖുർആൻ ഓതിയ കഥകൾ എനിക്ക് പറയുവാനില്ല, പകലന്തിയോളം ഒരുപാട് നോമ്പെടുത്ത കഥകൾ എനിക്ക് പറയുവാനില്ല, സദഖ കൊടുത്ത കഥകൾ എനിക്ക് പറയുവാനില്ല. ഒരു കാര്യം ഉറപ്പിച്ചു ഞാൻ പറയുന്നു, യാ അജിദു ഫീ നഫ്സി ലിയഹദി മിനൽ മുസ്ലിമീന ഗസ്സാ വലാ അഹ്സദു അഹദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഞാൻ ഉറപ്പിച്ച് പറയട്ടെയോ, ലാ അജിദു ഫീ നഫ്സി, ഇന്നേ ഇതുവരെ എന്റെ ശരീരം ഞാൻ ഒരാൾക്കും ഉപയോഗപ്പെടുത്തിയിട്ടില്ല, ലിയഹദിൻ, ഒരാളെ സംബന്ധിച്ചും എന്റെ ശരീരം എത്തിപ്പോയിട്ടില്ല, മിനൽ മുസ്ലിമീന വശാ, മുസ്ലിമീങ്ങളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് ഒരാളെയും ഞാനൊന്ന് മോശമായി എന്റെ ശരീരം കൊണ്ട് നേരിട്ടിട്ടില്ല, എന്റെ മനസ്സുകൊണ്ടൊരു മുസ്ലിമിനെയും ഞാൻ വെറുത്തിട്ടില്ല, എന്റെ കൈകാലുകൾ കൊണ്ടൊരു മുസ്ലിമിനെയും ഞാൻ അക്രമം കാണിച്ചിട്ടില്ല, എന്റെ നാവ് കൊണ്ടൊരു മുസ്ലിമിനെ ഞാൻ ആക്രമിച്ചിട്ടില്ല, എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു മുസ്ലിമിനെയും ഞാൻ ആക്രമിച്ചിട്ടില്ല എന്നൊരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. വലാ അഹ്സദു അഹദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ ഒരാളെയും എന്റെ മനസ്സുകൊണ്ടോ എന്റെ നാവ് കൊണ്ടോ എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരാളെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദിഹില്ലതി ബലഗത് ബിക വഹിയല്ലദി ലാ നുതി. മഹാനവറുകൾ പറയുക, ഈ ഒരൊറ്റ കാര്യം തന്നെയാണ് അങ്ങയെ പ്രത്യേകമാക്കിയത്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് ഭൂമി ലോകത്ത് വെച്ച് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഒരു വിഭാഗം ആരാണ്? ഒരു മുസ്ലിമിനെയും നാവുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും ആക്രമിക്കാത്ത ഒരാൾ, അയാൾ സ്വർഗത്തിലാണെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കപ്പറ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന നാട്ടുകാരെ, സഹോദരിമാരെ, എത്ര കൊല്ലമായി നാം ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ തുടങ്ങി? നമ്മുടെ നന്മ തിന്മകൾ എഴുതാൻ തുടങ്ങിയിട്ട്, രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ എന്റെ നാവുകൊണ്ട് ഒരു മുസ്ലിമിനെയും ഞാൻ ആക്രമിച്ചിട്ടില്ല, ഞാൻ എന്റെ ഖൽബ് കൊണ്ട് ഒരു മുസ്ലിമിനെയും ഞാൻ വെറുത്തിട്ടില്ല, ഞാൻ എന്റെ കൈകാലുകൾ കൊണ്ട് ഒരു മുസ്ലിമിനെയും ഞാൻ ആക്രമിച്ചിട്ടില്ല? നമുക്ക് പറയാൻ കഴിയുകയില്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇബാദത്തുകൾ ചെയ്തു കൂട്ടിയിട്ട് എന്താണ് കാര്യം? ഒരുപാട് അമലുകൾ ചെയ്തിട്ട് എന്താണ് കാര്യം? അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ഒന്നാമത് ഇങ്ങനെ ഇവിടെ പറക്കി ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും, എന്നോട് നിങ്ങൾ സലാത്തും കൂടെ ചെല്ലിയില്ലെങ്കിൽ. അപ്പൊ ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു പറഞ്ഞതാണ്, ഒരാളെയും നാവുകൊണ്ട് ദ്രോഹിച്ചില്ല എങ്കിൽ അവനിക്ക് സ്വർഗമാണ്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, നമ്മൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ, നമ്മൾ ജമാഅത്തായിട്ട് സുബഹിക്ക് വന്ന് നിസ്കരിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ചോദിക്കട്ടെ, സുബഹി നിസ്കാരം നാം ആർക്കെങ്കിലും കൊടുക്കാതെ പള്ളി വീട്ടിലേക്ക് മടങ്ങുമോ? ഇതുപോലെ ഓരോ വഖത്ത് നിസ്കാരവും എടുത്ത് പരിശോധിക്കൂ. ഇന്ന് ഫിത്നയുടെ കാലമായി മാറിയിരിക്കുന്നു, ഫസാദിന്റെ കാലമായി മാറിയിരിക്കുന്നു. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഫിത്തിന എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭവിഷ്യത്താണ് നമ്മുടെ സമുദായത്തിൽ ഉണ്ടാക്കുന്നത്. അല്ല, നമുക്ക് എത്ര നാശമാണ് ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർ ഫിത്തിന പറഞ്ഞിട്ട് പറയും, ഞാൻ ഫിത്തിന അല്ല ഉസ്താദേ പറഞ്ഞത്, ഞാൻ ഉള്ളത് പറഞ്ഞത്. ഉള്ളത് പറയുന്നതിനാണ് ഫിത്തിന എന്ന് പറയുന്നത്, ഇല്ലാത്തത് പറയുന്നതിന് കളവെന്നാ പറയും. ഉദാഹരണത്തിന് ഒരാള് കള്ളുകുടിയനാണ്. ആ കള്ളുകുടിയനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ കള്ളുകുടിയനാണെന്ന് വിളിക്കുന്നത് അവന് ഇഷ്ടമില്ല എങ്കിൽ, എന്റെ സഹോദരാ, അവന് പൊരുത്തമില്ല എങ്കിലോ അതേ ആ വിളി കൊണ്ട് നഷ്ടമാർക്കാണ്. ഇബാദത്ത് മുഴുവനും പൊഴിഞ്ഞു പോകുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി പറയുകയാണ്, നാം എത്ര കഷ്ടപ്പെട്ടാണ് സുബഹിക്കൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്, നാം എത്ര പ്രയാസപ്പെട്ടാണ് നിസ്കരിക്കുന്നത്. എന്തിനാ എന്റെ സഹോദരാ ഇതുപോലെ നമ്മൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടോ മറ്റൊരാൾക്ക് നമ്മുടെ ഇബാദത്ത് കൊടുക്കുന്നതോ, മറ്റൊരാൾക്ക് അതിന്റെ പ്രതിഫലം പങ്കുവെക്കുന്നത് എന്തിനാണ്? മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയാമോ? അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിത്തിന പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ സ്വന്തം ഉമ്മായെ കുറിച്ച് സ്വന്തം ഉമ്മായെ കുറിച്ച് പറഞ്ഞോ. കാരണം എന്താ? നിന്റെ അമൽ ആർക്കേ പോകൂ? നിന്റെ ഉമ്മായിക്കേ പോകൂ, മറ്റു വേറെ ഒരാൾക്കും പോവുകയില്ലല്ലോ. ഇത് മാത്രമാണോ ഗൗരവമുള്ള വിഷയമല്ലേ? അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മൻ ബഖാഹുല്ലാഹു ശർറ മാ ബൈന ലഹിയൈ വശർറ മാ ബൈന റിജ്ലൈ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, രണ്ട് കവിളുകളുടെയും തുടകളുടെയും ഇടയിലുള്ള അവയവങ്ങളെ, അതായത് നാവിനെയും ഗുഹ്യഭാഗത്തെയും ആരാണ് അല്ലാഹുവിനെ തൊട്ട് സംരക്ഷിക്കുന്നതോ അവന് സ്വർഗീയ ആരാമത്തിലാണ്. നമുക്ക് കഴിയുമോ? എന്നെ കേൾക്കുന്ന സഹോദരാ, ആദ്യമായി ഞാൻ എന്റെ ശരീരത്തിനോടും രണ്ടാമതായി നിങ്ങളോടായി പറയട്ടെയോ, നമുക്ക് സ്വർഗം വേണ്ടേ? അല്ലാഹുവിന്റെ ഹബീബ് ഈ ലോകത്ത് വെച്ച് സന്തോഷ വാർത്ത അറിയിച്ചവരല്ലേ? സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കലിൽ മാത്രമാ ദയ്യാനേ. ഒരുപാട് പ്രയാസമല്ലയോ, ഒരുപാട് വിഷമമല്ലയോ ആ സ്വർഗീയ ആരാമത്തിലോ? മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, രണ്ട് കാലം സ്വർഗത്തിലെത്താതെ ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെയാണ് സമാധാനിക്കുന്നത്? ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെയാണ് അവന്റെ മനസ്സിന് സമാധാനം നൽകുന്നതോ? ഇമാം പറഞ്ഞതാ. അതുകൊണ്ട് സൂക്ഷിച്ച് കഴിയുന്നതും സുബ്ഹാനല്ലാഹ്, കടകമ്പോളങ്ങളിൽ വരെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഫിത്ന പറയുകയാണ്. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, അയൽക്കാരെ ഫിത്ന പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ പറയുമ്പോൾ എന്റെ ഇബാദത്താണല്ലോ അടുത്ത വീട്ടിലേക്ക് ചേക്കേറി പോകുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് എങ്കിൽ, ആ സ്വർഗീയ ആരാമത്തിൽ എത്തിപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് ഈ ഭൂമി ലോകത്ത് വെച്ച് സന്തോഷ വാർത്ത അറിയിച്ച വിഷയം നാം മനസ്സിലാക്കുക. എത്രമാത്രം ഗൗരവമായ വിഷയം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം
മഹാനവറുകളെ സംബന്ധിച്ചുള്ള ചരിത്രമറിയില്ലേ? എന്താണ് ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി ഫിർഔനിനെ ലോകം മുഴുവനും ശപിക്കപ്പെട്ടവനെന്ന് ലോകം മുഴുവനും വിളിക്കാനുള്ള കാരണം എന്താണ്? ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം നാം മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം ഏതാണ്? കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതാ ലോകത്തുള്ള തന്റെ ഫറോവ രാജാവിന്റെ കോട്ട കൊത്തളങ്ങളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇസ്രായേലിൽ നിന്ന് അതാ ഒരു പുരുഷൻ അതാ വളർന്നു വരുന്നു, ഒരു ആൺകുട്ടി വളർന്നു വരുന്നു എന്ന് ജ്യോത്സ്യന്മാരുടെ കണക്ക് പ്രകാരം ഫറോവ ചക്രവർത്തി നടത്തിയ തേർവാഴ്ചയിൽ 70,000 വരുന്ന കുട്ടികളെ അല്ലാഹുവിന്റെ യമപുരിക്ക് യാത്രയാക്കുന്നു. 70,000 വരുന്ന കുട്ടികളെ യമപുരിക്ക് യാത്രയാക്കി തലക്കടിച്ചു കൊന്നു. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട പിഞ്ചു കുട്ടികളെ കാലിൽ പിടിച്ച് നിലത്തടിക്കുകയാണ്. ഇങ്ങനെ ക്രൂരമായി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു കൊടുക്കുന്ന കഥ നാം മനസ്സിലാക്കുക. നൈലിന്റെ ഓളങ്ങളിലൂടെ ഫറോവ ചക്രവർത്തി 10,000 വരുന്ന പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ തലക്കടിച്ച് കൊലപ്പെടുത്തുമ്പോഴും പരിശുദ്ധമായ ഇസ്ലാമിനെ വളർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചപ്പോൾ ഫറോവ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ കടത്തിക്കൊണ്ടുപോയി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നൈലിന്റെ ഓളങ്ങൾ തഴുകിയിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവ കൊട്ടാരത്തിന്റെ പരിസരത്ത് ചെന്ന് നിന്നപ്പോൾ ആസിയാ ബീവിയുടെ തോഴിമാര് വന്നുകൊണ്ട് ആ പെട്ടിയെടുത്ത് ആസിയാ ബീവിയുടെ മുന്നിൽ കൊണ്ടുപോയി തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതാ പുഞ്ചിരിയോടുകൂടി അതാ ഒരു ചെറിയ ആൺകുട്ടി കിടക്കുന്നു. ആസിയാ ബീവി വാരിയെടുക്കുന്നു, ചുടുചുംബനങ്ങൾ കൊടുക്കുന്നു, മാറോടണയ്ക്കുന്നു. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം പരിശുദ്ധമായ ഇസ്ലാമിനെ തകർത്ത് തരിപ്പണമാക്കുവാൻ വേണ്ടി 6 തിരമ്പുന്ന തിരമാലകളിലേക്ക് ചവിട്ടി താഴ്ക്കാൻ വേണ്ടിയിട്ട് ഫറോവയും അതുപോലെ ഫറോവയുടെ കിങ്കരന്മാരും ശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ആസിയാ ബീവിയുടെ പരിലാളനത്തിൽ ഫറോവ രാജാവിന്റെ കൊട്ടാരത്തിൽ കിടന്നു വളരുകയാണ്. മുസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറോ, മുസല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലോ. ഫറോവ രാജാവിന്റെ കൊട്ടാരത്തിൽ കടന്ന് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം വളർന്നു വരികയാണ്. ഒരു സുപ്രഭാതത്തിൽ ഫറോവ രാജാവ് മൂസാ നബി അലൈഹിസ്സലാമയെ കാണുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമയെ ഫറോവ പൊക്കിയെടുക്കുകയാണ്. ആരാണ് ഈ കുട്ടിയെ ഇവിടെ വളർത്തുന്നത്? ഓടി വന്ന പ്രിയപ്പെട്ട സഹധർമ്മിണി അതാ വാരിപ്പുണർന്നുകൊണ്ട് ഫറോവയോട് പറയുന്നു, ഓ ഫറോവ രാജാവേ, ഈ കുഞ്ഞി എന്റെ കരളിന്റെ കരളാണ്, എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. ഈ കുഞ്ഞി കൊട്ടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ ഫറോവ രാജാവേ, ഈ കൊട്ടാരത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുകയാണ്, ഈ കൊട്ടാരത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ അരങ്ങേറുകയാണ്. അതുകൊണ്ട് ഈ ആൺകുട്ടിയെ കൊന്നുകളയല്ല എന്ന് ഫറോവ രാജാവിന്റെ കാൽക്കൽ വീണുകൊണ്ട് മഹദിയായ ആസിയാ ബീവി പറയുന്ന വേളയിൽ ആസിയാ ബീവിയോട് ഫറോവ പറയുകയാണ്, ഓ ആസിയാ, നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണോ എങ്കിലോ എന്റെ കണ്ണിന്റെ കരടാണ് ഈ കുട്ടി, അതുകൊണ്ട് ഞാൻ ഇവനെ കൊല്ലാൻ തുനിയുകയാണോ എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ സംഭവം പറഞ്ഞിട്ട് പറയുകയാണ്, അന്ന് ഫറോവ രാജാവെങ്ങാനും ആസിയാ ബീവി പറഞ്ഞതുപോലെ പറഞ്ഞിരുന്നു എങ്കിൽ, അതായത് ഇത് എന്റെയും കണ്ണിന്റെ കൃഷ്ണമണി പോലെയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഫറോവ രാജാവിന് അല്ലാഹു ഹിദായത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഫറോവ രാജാവിന്റെ ഹിദായത്തിനെ തന്നെ എടുത്ത് കളയാൻ ഒരു കാരണമാണ് അവന്റെ നാവ്. അതുകൊണ്ട് സാന്ദർഭികമായി ഉണർത്തുന്നു, എന്റെ സഹോദരിമാരെ, നാവിനെ സൂക്ഷിക്കൂ.
എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്നവരെ നാവിനെ സൂക്ഷിക്കൂ. ഇനിയും അല്ലാഹുവിന്റെ ഹബീബ് ഈ ലോകത്ത് വെച്ച് സ്വർഗീയ ആരാമം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച് സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരുപാട് മഹാരഥന്മാരുടെ ചരിത്രം നമുക്ക് പറയുവാനുണ്ടോ? അല്ലാഹുവേ, മഹാനായ തഴവ ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ ദർജയെ ഏറ്റി കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ പറയുന്നത് പോലെ പണമില്ല റബ്ബേ വാങ്ങുവാനാ വീടോ, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോടോ, അതിലേക്ക് നീയൊരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കലിൽ മാത്രമാ മന്നാനേ. അറിയില്ലേ, മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സ്വർഗീയ ആരാമം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവരാണ്. ബദറിന്റെ രണാങ്കണത്തിൽ മഹാനവറുകൾ വീരോതിഹാസം ഭരിച്ചുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനം കേൾക്കുന്നു. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നാ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു, മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗീയമായ ആരാമത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടുകയാ. ശത്രു വിഭാഗത്തിനോട് ഘോരഘോരമായി മഹാനവറുകൾ യുദ്ധം നടത്തുകയാ. മഹാനവറുകളുടെ മുമ്പിലുള്ള ലക്ഷ്യം ഒന്ന് മാത്രമാണ്, സ്വർഗീയ ആരാമത്തിലേക്ക് എത്തപ്പെടുക എന്നുള്ള ഒരൊറ്റ ചിന്തയാണ്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ശത്രുവുമായി അതാ ഘോരഘോരമായി ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്ന വേളയില് മഹാനവറുകളെ ഒളിഞ്ഞിരുന്നു കൊണ്ട് ശത്രു വിഭാഗത്തിൽ നിന്നതാ വെട്ടിമലർത്തുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കാലിലേക്ക് വെട്ടേറ്റുകൊണ്ട് മഹാനവറുകൾ നിലംപരിശായി കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ അതാ പൊക്കിയെടുക്കുന്നു. സന്തത സഹചാരികളായ സഹാബത്തിൽ കിറാം പൊക്കിയെടുക്കുകയാണ്. പൊക്കിയെടുത്തുകൊണ്ടുപോയി അതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കടത്തുന്നു. അവിടുന്ന് റിസാലത്തിന്റെ മടിത്തട്ടിൽ വിലായത്തിന്റെ തലയും വെച്ചുകൊണ്ട് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ഓ അബൂ ഉബൈദ, എന്തിനാണ് അബൂ ഉബൈദ കരയുന്നത്? ഭൗതികമായ ചുറ്റുപാടുകൾ വിട്ടെറിഞ്ഞു വന്നതുകൊണ്ട് അബൂ ഉബൈദ നിനക്ക് വിഷമമാണോ? ഉബൈദ, നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ നിന്റെ ഭാര്യയെ വിട്ടെറിഞ്ഞു വന്നതുകൊണ്ട് വിഷമമുണ്ടോ അബൂ ഉബൈദ? നിന്റെ മക്കളെ വിട്ടെറിഞ്ഞു വന്നതുകൊണ്ട് വിഷമമുണ്ടോ അബൂ ഉബൈദ? നിന്റെ ഭൗതികമായ ചുറ്റുപാടുകളെല്ലാം നീ അതാ വിട്ടെറിഞ്ഞു വന്ന് ഈ ബദറിന്റെ രണാങ്കണത്തിൽ വന്നതുകൊണ്ട് നിനക്ക് വിഷമമാണോ അബൂ ഉബൈദ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചുണ്ടനക്കിക്കൊണ്ട് അവിടുന്ന് എന്തോ പറയുന്നു. മഹാനായ മോയിൻകുട്ടി വൈദ്യരതാ കാവ്യ ശകലങ്ങളിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നു. പോകിന്താറീരൂപേരോ അതീക്ഷണത്തിൽ പുകഴോം ഹബീബുല്ലാഹ് തിരുമുമ്പത്തി. അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ മടിത്തട്ടിൽ വിലായത്തിന്റെ തലയുമായി കിടക്കുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കണ്ണുനീരൊഴിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, പ്രിയപ്പെട്ട നബിയേ, അങ്ങനെക്ക് ഭൗതികമായ ചുറ്റുപാടുകൾ വിട്ടെറിഞ്ഞു വന്നതുകൊണ്ടോ എനിക്ക് വേവലാതിയില്ല നബിയേ, എനിക്ക് വിഷമമില്ല നബിയേ, എനിക്ക് പ്രയാസമില്ല നബിയേ, പിന്നെന്തിനാണ് അബൂ ഉബൈദ അവിടുന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ കളം വീട്ട പെരുന്തോ ഞാനേ എങ്കെ ശഹീദാമോ അന പൊന്മാനേ. മഹാനായ
മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, ഭൗതികമായ ചുറ്റുപാടുകൾ വിട്ടെറിഞ്ഞ് ഈ അബൂ ഉബൈദ ബദറിന്റെ രണാങ്കണത്തിൽ വന്നതിനല്ല കരയുന്നത്, ഭാര്യയോ മക്കളെയോ വിട്ടെറിഞ്ഞു പോയതിന്റെ പേരിലല്ല, ഭൗതികമായ ചുറ്റുപാടുകൾ മുഴുവനും വലിച്ചെറിഞ്ഞതിന്റെ പേരിലല്ല. അങ്ങ് പറഞ്ഞില്ലയോ ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് അങ്ങയ്ക്ക് സ്വർഗമുണ്ടോ? ബദറിന്റെ രണാങ്കണത്തിൽ ഷഹീദായി വീണാൽ ഓ അബൂ ഉബൈദ അങ്ങയ്ക്ക് സ്വർഗമുണ്ടോ എന്നൊരു സന്തോഷ വാർത്ത അറിയിച്ചില്ലയോ? ആ രണാങ്കണത്തിൽ നിന്ന് ഞാനിതാ വിട്ടോ വെഞ്ചക്കളം വീട്ടോ പിരിന്തോ ഞാനേ എങ്കേ ഷഹീദാമോ അന പൊന്മാനേ. അവിടുന്നതാ ആ ബദറിന്റെ രണാങ്കണം വിട്ടുകൊണ്ടോ ഞാനിങ്ങ് റസൂലുള്ളാഹിയുടെ ഹദറത്തിൽ വന്നില്ലയോ? ആ ബദറിന്റെ രണാങ്കണത്തിലല്ലേ അങ്ങ് പറഞ്ഞതോ ജന്നാത്തിൽ ഫിർദൗസിൽ പാറിക്കളിക്കുന്ന അതേ പറവകളെ പോലെയുള്ള സൗഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞില്ലയോ? ആ ഭാഗ്യം വിട്ടാണല്ലോ നബിയെ ഞാനിവിടെ വന്നതോ. എനിക്ക് സ്വർഗമുണ്ടോ നബിയേ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിന്നുകൊണ്ടോ ബദറിന്റെ രണാങ്കണത്തിൽ ഷഹീദായി ആ രണാങ്കണത്തിൽ നിന്ന് മാറിയപ്പോൾ അബൂ ഉബൈദ ചോദിച്ചു പോയതാണ്, എനിക്ക് സ്വർഗമാണോ നബിയേ? അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, പൊഞ്ചമ്പക പൂച്ചോ ഡനകി ഉമ്മി എങ്കേ ഷഹീദാമോ അന പൊന്മാനേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഓ അബൂ ഉബൈദ, സ്വർഗീയ ആരാമത്തിലേക്കാണ് അങ്ങ് പോകുന്നത്. അങ്ങ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവരാണ്. ഇതങ്ങ് കേട്ട മാത്രയിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുഹദറത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഓ നബിയേ, فإن تقطعوا رجلي فإني مسلم أرجي بها عيشا من الله عاليا. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മഹാനവറുകൾ പറയുകയാണ്, എങ്കിൽ നബിയേ ആ ശത്രു വിഭാഗത്തിനോട് ഞാൻ പറയുകയാണ്, മുസ്ലിമോ ഉറജി ബിഹാ ഐഷ മിനല്ലാഹി ആലിയാ. എന്റെ കാലുമുറിക്കൽ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, ഞാനൊരു മുസ്ലിമായി മരിക്കുകയാണല്ലോ. പകരമായി അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ ജീവിതം ഞാൻ പ്രതീക്ഷിക്കുന്നു നബിയേ. അങ്ങ് ചോദിച്ചില്ലയോ എന്റെ ഭാര്യമാരെ വിട്ടു വന്നത് കൊണ്ട് എനിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചില്ലയോ? അവിടുന്ന് ഞാൻ പറയട്ടെ നബിയേ, മഅൽ ഹൂരിയം നസാലി തമസീനി ഉഖ്ലിസ മിനൽ ജന്നത്തുൽ ഉൽയാ ലിമൻ കാന ആലിയാ. മഹാനവറുകൾ പറയുന്നു, അതേ ജിബ്രീൽ പോലും അമ്പരന്നു പോയ സ്വർഗീയ അപ്സരസ്സുകൾ എനിക്ക് അങ്ങ് അല്ലാഹു സ്വർഗീയ ആരാമത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നബിയേ, എന്റെ ഭൗതികമായ ചുറ്റുപാടുകളിൽ നിന്ന് എന്റെ ഭാര്യയെ ഒഴിച്ചു നിർത്തിയതിൽ എനിക്ക് വിഷമമില്ല. അങ്ങ് പറഞ്ഞില്ലയോ എന്റെ കച്ചവടവും അതുപോലെ ഭൗതികമായ എന്റെ ചുറ്റുപാടുകളൊക്കെ അങ്ങ് അവിടുന്ന് പറഞ്ഞില്ലയോ? ഉറപ്പിച്ച് പറയുന്നു, തഅറഫ്തു സഫവഹു വഅജൽതുഹു ഹത്താ ഫഖദ്തുൽ അദാനിയ.
അതിന് പകരം ഞാനിതാ എന്റെ ശരീരത്തെ വിറ്റു നബിയേ, എന്റെ ശരീരത്തെ ഞാൻ വിറ്റു നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കോർമയിൽ കൊള്ളിക്കുന്ന ചരിത്രം കേൾക്കുമ്പോൾ നീ അങ്ങ് കോർമയിൽ കൊണ്ടാൽ മാത്രം മതിയോ? പോകണ്ടേ? അബൂ ഉബൈദ കടന്ന സ്വർഗത്തിലല്ലേ നമുക്ക് എത്തേണ്ടത്? ആ അബൂ ഉബൈദയുടെ കൂടെയല്ലേ സ്വർഗീയ ആരാമത്തിലെത്തേണ്ടത്? പരിശുദ്ധമായ പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് പരിപാവനമായ ബാങ്കൊലി കേൾക്കുമ്പോൾ എന്റെ ചെറുപ്പക്കാരാ, നിനക്കതിൽ ശ്രദ്ധയുണ്ടോ? എന്റെ ഉമ്മമാരെ, നമുക്ക് ശ്രദ്ധയുണ്ടോ? പിന്നെങ്ങനെയാണ് അബൂ ഉബൈദയുടെ കൂടെ നാം സ്വർഗീയ ആരാമത്തിലെത്തുന്നത്? വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ. ദിവസവും 5 നേരവും ഇതുപോലെ വിളിച്ചു പറയുന്ന ഏതെങ്കിലും ഒരു ആരാധനാ മന്ത്രങ്ങളുണ്ടോ ചെറുപ്പക്കാരാ? പിന്നെന്തുകൊണ്ടാണ് നിനക്കൊന്ന് പള്ളിയിൽ കയറിയാൽ, പിന്നെന്തുകൊണ്ടാ എന്റെ സഹോദരിമാരെ നമുക്കൊന്ന് 5 നേരം അല്ലാഹുവിന് വേണ്ടി ഒന്ന് സുജൂദ് ചെയ്യാൻ അവിടുന്ന് പറഞ്ഞില്ലയോ? ഫഅക്റമനിർ റഹ്മാൻ മിൻ ഫളിലി മൽനിഹി ബിസൗമിൻ മിനൽ ഇസ്ലാമി അഗത്തൽ മസാബിയാ. സ്വർഗീയ ആരാമത്തിലുള്ള വസ്ത്രം എനിക്ക് അല്ലാഹു തയ്യാറ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിലോ, സ്വർഗത്തിൽ എനിക്ക് വസ്ത്രം തന്നിട്ടുണ്ടെങ്കിലോ, സ്വർഗത്തിൽ എനിക്ക് ഹുർലീങ്ങളെ തന്നിട്ടുണ്ടെങ്കിലോ, സ്വർഗീയ ആരാമത്തിൽ എനിക്ക് സുഖാനുഭൂതികൾ തന്നിട്ടുണ്ടെങ്കിലോ അവിടെ കട്ടപ്പാടില്ലല്ലോ നബിയേ. മഹാനവറുകൾ പറഞ്ഞതുപോലെ കിഴക്കണ്ട പൂട്ടൻ ഡാവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയണ്ട. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉറച്ച വിശ്വാസത്തിൽ സ്വർഗീയ ആരാമത്തിലേക്ക് കാലെടുത്തു വെച്ചു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോൾ, എന്റെ സഹോദരന്മാരെ, ആ സ്വർഗീയ ആരാമത്തിലേക്ക് എത്തപ്പെടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ സ്വർഗത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത് 8 വാതിലുകൾ. സഹോദരന്മാരെ, ഒന്നാമത്തെ വാതിൽ, 8 വാതിൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അല്ല 9 വാതിലുകൾ പറഞ്ഞവരുണ്ട്, 11 വാതിലുകൾ പറഞ്ഞു. ഏതായിരുന്നാലും എല്ലാ വാതിലിനും ഒരു പേരുണ്ട്, ഒരേ പേരുകൾ. ഒന്നാമത്തെ വാതിലിന്റെ പേരാണ് ഫമങ്കാന മിൻ അഹ്ലിസ് സലാ. ആരാണ് നിസ്കരിച്ച അഹ്ലുകാരോ, ആരാണ് നിസ്കാരത്തിലേക്ക് കടന്നു വന്ന അഹ്ലുകാരോ, ദുഅ മിൻ ബാബിസ് സലാ, അവരെ അല്ലാഹുവിന്റെ മലായികത്തുകൾ വിളിക്കുകയാണ് മിൻ ബാബിസ് സലാ. നിസ്കാരത്തിന്റെ വാതിലിലേക്ക് വിളിക്കുന്നു, നിസ്കാരത്തിന്റെ കവാടത്തിലേക്ക് വിളിക്കുകയാണോ? അപ്പൊ ഒന്നാമത്തെ വാതിലിന്റെ പേര് ബാബുസ്സലാ, നിസ്കാരത്തിന്റെ ബാബ്. ഈ വിഷയം തന്നെ പറഞ്ഞാൽ ഒരു ദിവസം നിസ്കാരത്തെ കുറിച്ച് പറയാൻ പറ്റുമോ? എത്രയോ ദിവസങ്ങൾ പറയാൻ പറ്റും. എങ്കിൽ ഈ നിസ്കാരത്തിന്റെ വാതിലാണ് ഒന്നാമത്തെ സ്വർഗത്തിന്റെ വാതില് എങ്കിൽ നമ്മുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്ന നിസ്കാരങ്ങളാണോ അല്ലേ എന്ന് നാം ഒരു നിമിഷം ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം എന്താ? ഇന്നെല്ലാവരും ഇന്ന് പണ്ടത്തെ പോലൊന്നുമല്ല. മിക്കവാറുമുള്ള പള്ളികളിലൊക്കെ നല്ലതുപോലെ ചിലപ്പോൾ ചുരുങ്ങിയത് 2-3 സഫോ ആൾക്കാർ. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിന്റെ കഥ പറയാൻ നിന്നാലോ എന്റെ ചെറുപ്പക്കാരാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ ദീനിയായ ഒരു അറിവും ഒരൊറ്റ അമലുകളും നമ്മുടെ ചെറുപ്പക്കാര് ചെയ്യുന്നതോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ നന്നാക്കുമാറാകട്ടെ. കാരണം എന്താണ്? 5ാം ക്ലാസ് വരെ പാവപ്പെട്ടവൻ മദ്രസയിൽ പഠിച്ചു. ആ മദ്രസ കഴിഞ്ഞാൽ പിന്നെ അവൻ അറബ് കേൾക്കും. പെണ്ണ് കെട്ടാൻ നേരത്തായിരിക്കും പിന്നെ അറബ് കേൾക്കും. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞു തരുന്നത് എന്താണെന്ന് അവനിക്ക് മനസ്സിലാവൂ. എന്റെ ഉമ്മമാരെ, അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ 7ാമത്തെ വയസ്സാകുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അല്ലേ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതല്ലേ, 7ാമത്തെ വയസ്സാകുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്റെ മുമ്പിലിരിക്കുന്ന തലനരച്ച താടി നരച്ച ഉപ്പുപ്പമാരെ, നിങ്ങളുടെ ചെറിയ കാലമൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ ബാപ്പമാര്, നിങ്ങളുടെ വല്യപ്പമാര്, നിങ്ങളുടെ കുടുംബക്കാര്, കൊച്ചാപ്പമാര്, അതേ നിങ്ങൾ പള്ളിയിലേക്ക് അവര് കടന്നു വരുമ്പോൾ ഒരു ചെറിയ കുട്ടി എന്ന നിലയില് അവരുടെ കൈയും അവരുടെ കൈവിരലുകൾ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്ന കാലമില്ലേ എന്റെ ഉമ്മമാരെ? നമ്മുടെ മക്കളെ ദീനിയായ ചുറ്റുപാടുകളിൽ വളർത്തുക. സുബ്ഹാനല്ലാഹ്, ഇന്ന് ദീനിയായ ചുറ്റുപാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വഴിപിടച്ചു പോകുന്നു. ഏതാണ് കേരളത്തിന്റെ അന്തരീക്ഷമെന്നറിയുമോ? എന്റെ ഉമ്മമാരെ മനസ്സിലാക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുതിയ പഠന റിപ്പോർട്ട് ഇതാ പുറത്തു വന്നിരിക്കുന്നു. കേരളം 9ാമത്തെ വയസ്സ് മുതൽ മദ്യപിച്ചു തുടങ്ങുന്നു. കേരളം 9ാമത്തെ വയസ്സിൽ മദ്യപിച്ചു തുടങ്ങുകയാണ്. ആരാണ് 9ാമത്തെ വയസ്സിൽ മക്കൾക്ക് മദ്യം വാങ്ങിക്കൊടുക്കുന്നത്? ബാപ്പയാണ്, അല്ലെങ്കിൽ അച്ഛനാണ്. ആ രീതിയിലല്ലേ നമ്മുടെ മക്കളെ വളർത്തുന്നത്? നമ്മുടെ മക്കളെ ഇസ്ലാമിക ചുറ്റുപാടിൽ വളർത്താൻ നമുക്ക് താല്പര്യമില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന നിലയിൽ ഈ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അറിവിനെ, ദീനിയായ അറിവിനെ, ഭൗതികമായ അറിവല്ല, ദീനിയായ അറിവിനെ അല്ലാഹു ഉയർത്തുകയാണ്. കണ്ടില്ലേ എന്റെ സഹോദരന്മാരെ, മദ്രസകളിലേക്ക് നമ്മുടെ മക്കളെ വിടുമ്പോൾ സുബ്ഹാനല്ലാഹ്, 1 മണിക്കൂർ പോലും ഒന്ന് തികച്ച് മദ്രസയിൽ ഉസ്താദിന്റെ മുന്നിലിരിക്കാൻ നമ്മുടെ മക്കളെ കിട്ടുന്നില്ല. വെക്കേഷൻ സമയമാകുമ്പോൾ പോലും ട്യൂഷൻ സെന്ററുകൾ തുറന്നു പ്രവർത്തിക്കുന്നു. നിന്റെ മക്കളെ ഡോക്ടറാക്കണം, നിന്റെ മക്കളെ എഞ്ചിനീയർ ആക്കണം. ഇസ്ലാം ഒരിക്കലും അതിന് വിരുദ്ധമല്ല. ഇതിനൊന്നിനും ഇസ്ലാം വിരുദ്ധമല്ല. പക്ഷേ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഒരാത്മീയമായ ഒരു പിന്തുണ, ഒരു പിടിച്ചു നിർത്തൽ നമ്മുടെ മക്കൾക്ക് കൊടുത്തില്ല എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുമ്പ് നാം അറിഞ്ഞതാണ് കണ്ണൂരിൽ നടന്ന TP കൊലപാതകം. ആ കൊലപാതകത്തിന്റെ അന്ന് തന്നെ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് വെറും 9 വയസ്സുകാരൻ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരൻ തന്റെ സഹപാഠിയായ കുട്ടിയെ പാലത്തിന്റെ അടിയിൽ നട്ടുച്ച സമയത്ത്, പകൽ സമയത്ത് കരിങ്കല്ല് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് നാം ഒരു വാർത്തയായി വായിക്കാതെ പോയി. കാരണം TP കൊലപാതകം നമ്മുടെ മുന്നിലേക്ക് വന്നതുകൊണ്ട്. നാം ഒന്ന് മനസ്സിലാക്കുക, TPയെ കൊല്ലാൻ വേണ്ടിയിട്ട് 58ഓളം വരുന്ന കാബാലികർ എത്രയോ മാസങ്ങൾ നടന്ന് അതിന്റെ ക്ലാസുകൾ കൊണ്ട്, രാത്രി ക്ലാസുകളിൽ പങ്കെടുത്ത്, ഒരുപാട് രാത്രിയിൽ ക്ലാസുകളിൽ ഒരുപാട് ഉദ്ദേശങ്ങളും അതിലേറെ ആഗ്രഹങ്ങളും വെച്ചുകൊണ്ട് TPയെ കൊലപാതകം നടത്തിയിട്ടുണ്ടോ എങ്കിൽ, 14 വയസ്സുകാരൻ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് നിന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടോ എങ്കിൽ, കേരളത്തിലെ വളർന്നു വരുന്ന മക്കളുടെ അക്രമവാസന എത്രയുണ്ടോ എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുക. ആരാണ് മക്കളെ ഇത്രയും വലിയ ക്രൂരഹത്യങ്ങളിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് നാം ഓരോരുത്തരും ഒന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഉത്തരവാദികൾ മാതാപിതാക്കളായ നമ്മൾ തന്നെ അല്ലെന്ന് പറയാൻ പറ്റും. ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ മക്കൾക്ക് ആത്മീയത കിട്ടുന്നില്ല. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഉമ്മമാരോ മക്കളെ പോറ്റി വളർത്തിയിരുന്നതോ, മക്കളെ താരാട്ട് പാടിയുറക്കിയിട്ടുണ്ട്. അതെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ പാടിയും പുകഴ്ത്തിയുമാണ് നമ്മുടെ മക്കളെ തൊട്ടിലിൽ ഇട്ട് ആട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആ കാലഘട്ടം പോയി. പണ്ടത്തെ ഉമ്മമാര് പാടുമായിരുന്നു, അഹദാ മാരത്തിൽ മാറൈന്തോനെ ഹക്കാൽ കുഞ്ഞിനെ കാക്കുനി മന്നാനെ ആരംഭ പൊൻകിളി ആറ്റേലാം കുട്ടി താലോലം കുഞ്ഞോനി താലോലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്ദരമായ അപദാനങ്ങളാണ് തൊട്ടിലിൽ കിടന്നുകൊണ്ട് നമ്മുടെ മക്കള് കേട്ടിരുന്നിരുന്നെങ്കിൽ മഹ്മൂദൈ ഫുർഖാനിൽ ബന്തോരെ ഹഖാൽ കുഞ്ഞിനെ കാഫുനി മന്നാനെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പോലും അപദാനങ്ങളും ആഴ്ത്തി പറഞ്ഞ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് എന്റെ കുഞ്ഞിനെ കാക്കണേ എന്ന് പഴയ തലമുറയിൽ നിന്ന് നമ്മുടെ ഉമ്മമാര് പാടിയിരുന്നെങ്കിലോ ആ സ്ഥാനത്തിന്റെ കാവ്യാജ്ഞലിയുടെ ശബ്ദമായി പോയി, നിലവിളക്കിന്റെയും പാരിജാതത്തിന്റെയും ശബ്ദമായി പോയി ഉമ്മ. അതുകൊണ്ട് തന്നെയല്ലേ അക്രമവാസനയോടുകൂടി മക്കൾ വളർന്നു വരുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 7ാമത്തെ വയസ്സിൽ നിന്റെ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10ാമത്തെ വയസ്സാകുമ്പോൾ നിസ്കരിച്ചില്ല എങ്കിൽ അവനെ അടിക്കണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ മണൽപ്പരപ്പിൽ ഇരുന്നു കൊണ്ടോ ഈ തപ്പഴ മടലിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ലോകയുഗ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആ പറഞ്ഞതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇശാ മഗ്‌രിബിന്റെ ഇടയിലും അല്ലാത്ത രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ചാനലിന്റെ മുന്നിൽ കുട്ടികളെ ഇരുത്തുകയാണ്. വലിയവർക്ക് പ്രത്യേക ചാനലോ, ചെറുപ്പക്കാരുകൾക്ക് പ്രത്യേക ചാനലോ, വയസ്സായവർക്ക് പ്രത്യേക ചാനലോ, മധ്യവയസ്കർക്ക് പ്രത്യേക ചാനലോ. എന്തോരാഭാസമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ അടുത്ത് മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞതാ, 4 വയസ്സുള്ള കുട്ടികളും 5 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പരിപാടി. എന്താ പരിപാടി? എന്താ മോനെ? നമ്മളെ കുട്ടികളാരും കാണാറില്ല. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. സൂര്യ ടിവിയിൽ എന്താ ഉള്ള പരിപാടി? എന്താ മോനെ? കുട്ടിപ്പട്ടാളം. എന്താ കുട്ടിപ്പട്ടാളത്തിലൂടെ പറയുന്നത്? 4 വയസ്സുള്ള കുട്ടി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും തന്റെ മാതാപിതാക്കളുടെ മണിയറ രഹസ്യം തുറന്നു പറയുന്നില്ല. തന്റെ മാതാവും തന്റെ പിതാവും മണിയറയിൽ കാണിക്കുന്ന വിക്രിയകൾ കുട്ടി ചാനലിന്റെ മുമ്പിൽ തുറന്നു പറയുമ്പോൾ ഇതാണോ പ്രിയപ്പെട്ട കൂട്ടുകാര ആവിഷ്കാര സ്വാതന്ത്ര്യം? ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കുമാറാകട്ടെ. ഈ മക്കൾ എങ്ങനെയാ വളർന്നു വരുന്നത്? ഇസ്ലാമിക ചുറ്റുപാടിൽ വളർത്തണ്ടേ ഉമ്മ? അതുകൊണ്ട് ദീനിയായ ചുറ്റുപാടിൽ വളർത്തിക്കോ. അല്ലാഹുവിന്റെ സ്വർഗമാണ് നമുക്ക് വിഷയമായി ഭവിക്കുന്നത്. നമ്മുടെ മക്കളെ സ്വർഗീയ ആരാമത്തിലേക്ക് കൈപിടിക്കേണ്ടതോ മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. അറിയില്ലേ, മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഅഫുൽ അനിൽ മുദ്ദാഹി ഗൗസൽ വറല്ലദീ തസമ്മാ ബിമുഹ്യിദ്ദീൻ ഖുതുബിൽ മുഖില്ലതി സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താർ ഖൈറിൽ ബരിയതി
മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് പഠിച്ച സംസ്കാരമാണ്. എത്ര വയസ്സ് വരെ പഠിച്ചെന്നറിയുമോ? 16 വയസ്സ് വരെ മഹാനവറുകൾ ഒരു മദ്രസയുടെ പാഠശാലയിൽ പോയവരല്ല, ഒരു പാഠശാലയുടെ തിണ്ണയിൽ പോയവരല്ല. 16 വയസ്സ് വരെ ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ മഹദിയവറുകൾ അതാ വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന സഹോദരാ, നമ്മുടെ മക്കളെ ഖുർആനിന്റെ ഒരു താളെങ്കിലും പഠിപ്പിക്കുവാൻ നാം ജീവിതത്തിൽ തയ്യാറായിട്ടുണ്ടോ? എല്ലാ ഉസ്താദന്മാരുടെ തലയിലേക്ക് വെച്ചിട്ട് ഉസ്താദന്മാർക്ക് കിട്ടുന്ന ആകപ്പാടുള്ള 3/4 മണിക്കൂർ കൊണ്ട് എന്ത് പഠിപ്പിക്കാനാണ്? അതുകൊണ്ട് സാന്ദർഭികമായി ഉണർത്തുന്നു, ഈ വെക്കേഷൻ സമയമെങ്കിലും എന്റെ ഉമ്മമാരെ മക്കളെ ഖുർആൻ പഠിപ്പിക്കൂ. അതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ട് നമ്മുടെ ഉസ്താദന്മാരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കൂ. കാരണം ഇതിന്റെ വിഷമം എവിടെയാണ് അനുഭവിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ തിരുദൂതർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹ്ശറാ വൻസഭയുടെ ഭയാനകരമായ രംഗം നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തന്നില്ലേ? എല്ലാവരും നെട്ടോട്ടമോടുന്ന കാലഘട്ടമുണ്ട്, ഒരാളും സഹായിക്കാനില്ലാത്ത വേളയുണ്ട്. ഇന്ന് 11.25 കോടി കിലോമീറ്ററുകൾ ദൂരെ നിൽക്കുന്ന സൂര്യൻ നാളെ ഒരു ചാടുയർന്ന് നിന്നുകൊണ്ട് ഉദിക്കുമ്പോൾ ആരാണ് സഹായിക്കാനുള്ളത്? ഖുർആൻ പറഞ്ഞതുപോലെ അതാ ഒരു ചാണകലത്തിൽ നിന്ന് സൂര്യൻ ഉദിച്ചോ. എവിടേക്കാണ് സൂര്യൻ തട്ടുന്നത്? ചെമ്പ് തറച്ച തറയിൽ അതാ സൂര്യൻ വന്ന് പതിക്കുന്നു. അവിടുന്ന് തിളച്ചു മറിയുന്ന ആ തറയിൽ നഗ്നപാതരായി നിൽക്കുന്ന വേളയിലോ ഒരാളും സഹായിക്കാനില്ല. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. എല്ലാവരും നെട്ടോട്ടമോടുന്നു, ഒരാളും കൈപിടിക്കാനില്ല. യൗമ യദഉ ആദമും വഅംബിയാ നഫ്സി 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 നഫ്സിയാ. എല്ലാവരും മാർത്തട്ടഹസിച്ച് നിലവിളിക്കുന്ന വേളയിലോ ആരാണ് ചെറുപ്പക്കാരാ സഹായിക്കാനുള്ളതോ? നീ രാഷ്ട്രീയ കോമരങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ചില്ലേ? നീ അവർക്ക് വേണ്ടി ഉറക്കൊഴിച്ചില്ലേ? ഒരുപാട് ദിനരാത്രങ്ങൾ നീ ഉറക്കൊഴിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലോ ആ രാഷ്ട്രീയ കോമരങ്ങളും നാളെ മഹ്ശറയിൽ എവിടെ? ആ ഭയാനകരമായ ഭീതിജനകമായ അന്തരീക്ഷത്തിലോ നീ ഡോക്ടറാക്കാൻ വേണ്ടി പഠിച്ച മക്കളില്ലേ? നീ ഭൗതികമായ ഉന്നമനത്തിന് വേണ്ടി പഠിപ്പിച്ച മക്കളല്ലേ? അവരതാ നെഞ്ചത്ത് കയറി നിൽക്കുന്നു. അല്ലാഹുവേ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് എന്റെ ഭൗതികമായ ചുറ്റുപാടുകൾ കണ്ടുകൊണ്ട് ഭൗതിക പിന്നാമ്പുറങ്ങളിലേക്ക് എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്നെ പറഞ്ഞു വിട്ട് എന്നെ സ്വർഗം പഠിപ്പിച്ചില്ല അല്ലാ. എന്റെ നരകത്തിന്റെ ഭയാനകത അറിയിച്ചില്ല അല്ലാ എന്നാറ് തട്ടഹസിച്ച് കൈയൊഴിയുന്ന കാലമുണ്ടോ? നേരെ മറിച്ച് നീ പരിശുദ്ധമായ ഖുർആൻ നിന്റെ
മക്കൾക്ക് നീ പഠിപ്പിച്ചിരുന്നു എങ്കിലോ എന്റെ ഉമ്മ ഒരു കാലഘട്ടം വരാനില്ലേ കെട്ടുകൾ മൂന്നോ കെട്ടി കട്ടിലിൽ മയ്യത്തു മേറ്റി ഒരു ദിനമുണ്ടോരു യാത്ര തീരമടക്കമില്ലാത്ത യാത്ര എല്ലാവരും നിലവിളിക്കുന്ന വേളയിലോ അതേ നിന്നെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ അതാ മുന്നിൽ വെച്ചുകൊണ്ടോ നിന്റെ മക്കളെ നീ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ആ ഖുർആൻ എടുത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന വേളയില്ലതാ ആ മക്കൾ അവിടുന്ന് കരയുകയാണ്. ആരാണ് എന്റെ മുന്നിൽ കിടക്കുന്നതോ എന്റെ മാതാവാണല്ലോ എന്റെ പിതാവാണല്ലോ എന്നെ പരിരക്ഷിച്ച എന്റെ മാതാപിതാക്കളാണല്ലോ എന്ന് ആർത്ത് അട്ടഹസിച്ച് നിലവിളിക്കുന്ന വേളയിലോ എന്റെ ഉമ്മ ഖുർആൻ ഓതിയിട്ട് പറയുന്നു അല്ലാഹുവേ എന്റെ ഉമ്മേ നീ സ്വർഗീയ ആരാമത്തിലെത്തിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ നീ നിന്റെ മക്കളെ നിസ്കാരത്തിലേക്ക് കൈപിടിക്കൂ. നീ സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ നിന്റെ മക്കളോ അല്ലെങ്കിൽ നിന്റെ ചെറുമക്കളോ അവരെ ഒന്ന് വിളിച്ചുണർത്തൂ. എന്നിട്ട് പറയൂ പള്ളിയിലേക്ക് വരൂ. കൈപിടിച്ച് നിന്റെ കൈയിന്റെ വിരലിൽ പിടിച്ചുകൊണ്ട് നിന്റെ മുണ്ടിന്റെ കൊന്തലയിൽ പിടിച്ചുകൊണ്ടോ ആ മക്കള് പള്ളിയിലേക്ക് വന്നു നിസ്കാരത്തിലേക്ക് കാലെടുത്ത് വെക്കട്ടെ. എങ്കിൽ മാത്രമേ മലായികത്തുൽ കിറാം വിളിക്കുകയുള്ളൂ. ദുആ മിൻ ബാബിസ്സലാം നിസ്കാരത്തിലേക്ക് കടന്നു വരൂ. നിസ്കാരം നിസ്കരിച്ചവരാരാണ്? സാന്ദർഭികമായി ഉണർത്തുന്നേ ഫർദ് മാത്രം നിസ്കരിച്ചുകൊണ്ടോ നമ്മുടെ നിസ്കാരത്തിലുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ ആരോഗ്യമുള്ള സമയത്തോ അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ഒരുപാട് വർദ്ധിപ്പിക്കൂ. കാരണം ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്തും അല്ലാഹു സുബ്ഹാനഹു തആല ചിലപ്പോൾ നിനക്ക് ചില കൺസെഷനുകൾ തരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ എന്റെ ഉമ്മമാരെ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കൂ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ചൊല്ലൂ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അവിടുന്ന് പറഞ്ഞതല്ലേ സഹോദരന്മാരെ, അവിടുന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതല്ലേ. നിസ്കാരത്തിന് മുമ്പ് ഫർദ് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളോ എന്തിനാ ഫർദ് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം? ഫർദിന്റെ പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടി. ഈ സുന്നത്ത് നിസ്കാരത്തിന് ഇന്ന് നമുക്ക് സമയമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഫർദ് ഒന്ന് നിസ്കരിച്ച് നമ്മൾ പെട്ടെന്ന് പൊടിയും തട്ടി പോവുകയാണ്. ഇങ്ങനെയുള്ള നമ്മളെയാണോ നിസ്കാരത്തിന്റെ വാതിലിലൂടെ വിളിക്കുന്നത്? അതല്ല ജീവിതത്തിൽ ഒരൊറ്റ സുന്നത്ത് പോലും ഒഴിവാക്കാത്ത നിസ്കരിച്ച മഹാരഥന്മാർ, ജീവിതത്തിൽ ഒരൊറ്റ സുന്നത്ത് നിസ്കാരം പോലും ഒഴിവാക്കാത്ത മഹദികൾ, എത്ര സാലിഹീങ്ങളുടെ കഥ പറയുവാൻ, എത്ര സാത്വികരുടെ ചരിത്രങ്ങൾ പറയുവാനുണ്ടോ? നിസ്കാരത്തിൽ ആനന്ദം കണ്ടവരെത്രയാണോ? മഹാനായ അബൂ ഖുബൈബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ അതാ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ ദിവസം 3 ദിവസം മഹാനവറുകളെ കഴുമരത്തിന്റെ ഉള്ളില്, കഴുമരത്തിന്റെ താഴെ അതാ കെട്ടിയിട്ടിരിക്കുന്നു.
തൂക്കിക്കൊല്ലുന്ന ദിവസത്തിൽ അതാ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് ശത്രുക്കൾ ചോദിച്ചില്ലയോ ഖുബൈബ്, അവസാനത്തെ വല്ല ആഗ്രഹവും നിനക്കുണ്ടോ? നിന്റെ മാതാപിതാക്കളെ കാണുവാനോ, നിന്റെ മാതാപിതാക്കളുമായി സംസാരിക്കുവാനോ, നിന്റെ കൂട്ടുകാരുമായി സംസാരിക്കുവാനോ നിനക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ ഖുബൈബ്? മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് അവസാനമായി ഒരു ആഗ്രഹമുണ്ട്. എന്താണ് എന്റെ ആഗ്രഹമെന്നറിയുമോ? ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അതാ കഴുമരത്തിലേക്ക് മഹാനവറുകൾ കഴുത്തു നീട്ടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കളോട് പറഞ്ഞതാണ്, ഒരു 2 റക്അത്ത് നിസ്കരിക്കുവാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. മഹാനവറുകൾ ഉളൂ ചെയ്തുകൊണ്ട് അതാ പടിഞ്ഞാറേക്ക് ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിയ്യത്ത് ചെയ്ത് കയ്യുകെട്ടി അതാ നിസ്കരിക്കുന്നു. നിസ്കാരത്തിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. സുജൂദിൽ കടന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു കരയുന്നു. പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയപ്പോൾ ശത്രുക്കൾ ചോദിക്കുന്നു, ഖുബൈബ് വല്ലാത്ത വിഷമമുണ്ടോ ഖുബൈബ്? മരിക്കാനുള്ള വിഷമമുണ്ടോ? അന്ത്യാഭിലാഷം ഇതായിപ്പോയി എന്നതിൽ വിഷമമുണ്ടോ? മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, ഞാൻ എന്തിനാണ് കരഞ്ഞതെന്നറിയുമോ? നിങ്ങൾ അതായി ഖുബൈബിന് മരിക്കാനുള്ള പേടിയുണ്ടോ എന്ന് നിങ്ങൾ വിചാരിച്ചു പോകുമോ എന്ന് ഭയന്നിട്ടാണ് പെട്ടെന്ന് ഞാനങ്ങ് നിസ്കാരം നിർത്തിയതും. അല്ല എങ്കിലോ എന്റെ അല്ലാഹുവുമായിട്ട് അതാ ഞാനൊന്ന് മുനാജാത്ത് നടത്തുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിയം വെക്കുന്ന ജഗന്നിയന്താവായ അല്ലാഹുവുമായിട്ട് ഞാനൊന്ന് മുനാജാത്ത്, ഒരു കണ്ടുമുട്ടല്, ഒരു അഭിമുഖം ഞാൻ സുജൂദിൽ നടത്തുമ്പോൾ എനിക്ക് വല്ലാത്ത സുഖമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ആ സുഖമങ്ങ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിച്ചു ഖുബൈബ് കരഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ളുഹറിന് മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം മഹാരഥന്മാര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സുന്നത്ത് നിസ്കാരം ജീവിതത്തിൽ ഒരുപാട് നിർവഹിച്ചവരല്ലേ. ലല്ലംദോ സുന്നത്തമാൻ അഹിയല്ലാലാ മഇലാ അനിസ്ത ഖത് ഖദമാ ചെല്ലോ മദീനയിലേക്കൊരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദായിമൽ അബദ്. അല്ലാഹുവിന്റെ ഹബീബ് അതിരാ സമയത്ത് അവിടുത്തെ 2 കാലും നീര് കെട്ടുന്നത് വരെ നിന്ന് നിസ്കരിക്കുകയാണ്. ഒരു 5 വഖത്ത് നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിലോ എന്റെ ഉമ്മമാരെ, ഫർള് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, ശരി തന്നെ. പറഞ്ഞിട്ടില്ലേ അല്ലാഹുവിന്റെ ഹബീബ്, അതേ ളുഹറിന് മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം വളരെ ബൃഹത്തായ നിസ്കാരമാണ്. ചെറുപ്പക്കാരാ, സമയം കണ്ടെത്തി നിസ്കരിക്കൂ. ശേഷം ഒരു 2 റക്അത്തോ 4 റക്അത്തോ നിസ്കരിക്കൂ. അസറിന് മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം മഹാനായ ഇബ്നു സുന്ന റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു ഒരുപാട് മഹത്വം പറഞ്ഞ നിസ്കാരമല്ലേ ആ ഒരു സുന്നത്ത് നിസ്കാരം അസറിന് മുമ്പ് കഴിയുന്നവർ അല്ല ഒരു 4 റക്അത്ത് നിന്റെ ജീവിതത്തിൽ ഒന്ന് നിർബന്ധമാക്കൂ പോകട്ടെ ഒരു മഗ്രിബിന് 2 റക്അത്ത് മഗ്രിബിന് മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും ശേഷം ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും പിന്നെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലോ മഹാരഥന്മാരായ ഔലിയാക്കന്മാര് നിസ്കരിച്ച സ്വലാത്തുൽ അവ്വാബീൻ എത്രയോ വലിയ പുണ്യമുള്ള നിസ്കാരമാണോ ഒരുപാട് ഇമാമിങ്ങൾ നിസ്കരിച്ചതാണോ ചുരുങ്ങിയത് ഒരു 2 റക്അത്തോ ഒരു 4 റക്അത്തോ അല്ലെങ്കിൽ ഒരു 12 റക്അത്തോ നിസ്കരിക്കൂ എത്രയോ പ്രതിഫലമുള്ള നിസ്കാരമാണ് അതുപോലെ തന്നെ ഇശാഇന് മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ശേഷം ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വിത്ർ വാജിബാണെന്ന് വരെ പറഞ്ഞിട്ടില്ലേ ആ ഒരു വിത്ർ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒന്നോ അതേ ഒരു കർക്കശമായ നിലപാട് പോലെ നിർവഹിച്ചോ നിസ്കാരത്തിൽ ഒരു ആനന്ദം കണ്ടെത്തി സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കൂ പോകട്ടെ എന്റെ ചെറുപ്പക്കാരാ ദുഹറിന് മുമ്പ് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞോ ഒരു 10-11 മണിയാകുമ്പോഴേക്ക് ദുഹാ നിസ്കാരം എന്ന വലിയ മഹത്തായ സുന്നത്ത് നിസ്കാരമുണ്ടോ ഞാൻ പറഞ്ഞില്ലേ സ്വർഗത്തിന്റെ വാതിൽ 11 11ാമത്തെ വാതിൽ ഇമാമിങ്ങൾ എണ്ണിയത് ബാബുൽ ദുഹാ ദുഹാ നിസ്കാരത്തിന്റെ വാതിലാണോ സമയം കണ്ടെത്തി നിസ്കരിക്കൂ ഇങ്ങനെ ജീവിതത്തിൽ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞില്ല ഖുർആൻ പോലും മഹത്വം പറഞ്ഞ തഹജ്ജുദ് നിസ്കാരമില്ലേ ഉമ്മമാരെ പാതിരാ സമയത്ത് നിസ്കരിക്കുന്നതല്ലേ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന സമയമല്ലേ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റുന്ന സമയമല്ലേ പാതിരാ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന വേളയിലോ ഒരു 2 റക്അത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ചോദ്യത്തിനും മറുപടി തരുന്നു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറങ്കാലുകൊണ്ട് ചവിട്ടിയങ്ങ് പുറത്തേക്കാക്കിയപ്പോൾ നമ്മുടെ വീടുകളിൽ അല്ലാഹു ബറക്കത്ത് എടുത്തു കളയുന്നു നമ്മുടെ ചുറ്റുപാടുകൾ അല്ലാഹു സുബ്ഹാനഹു തആല ഭീകരമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്നു അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ സുന്നത്ത് നിസ്കാരങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എത്രയും പെട്ടെന്ന് തന്നെ നിസ്കരിക്കാനിരിക്കുമ്പോൾ തന്നെ സലാം വീട്ടിയാൽ ഇന്ന് മൊബൈൽ ഫോണിന്റെ ശല്യം കൊണ്ട് നമ്മുടെ നിസ്കാരം തന്നെ ശരിയല്ല അല്ലേ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ നിസ്കാരം പരിപൂർണമായി നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റുമോ എത്ര തെറ്റുകളും കുറ്റങ്ങളുമാണ് നമ്മുടെ നിസ്കാരത്തിൽ വരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക മൂത്രമൊഴിക്കുന്ന സന്ദർഭത്തിൽ വരെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും നജസ്സിലായി പോകുന്ന സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ന്യൂ ജനറേഷനുള്ള ചെറുപ്പക്കാരുടെ വസ്ത്രം അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്തോ ഒരു ആപത്ത് നിറഞ്ഞ വസ്ത്രം ഇതുടുത്തുകൊണ്ട് മൂത്രമൊഴിക്കുന്ന എങ്ങനാ ചെറുപ്പക്കാരാ മസ്അലകൾ നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരാളിന്റെ മൂത്രമൊഴിക്കുന്നത് ശരിയായില്ല എങ്കിൽ അതായത് മൂത്രമൊഴിക്കുന്ന ആ ജനനേന്ദ്രിയത്തിൽ നിന്ന് മൂത്രത്തിന്റെ തുള്ളികൾ മൂത്രത്തിന്റെ തുള്ളികൾ ഇത് കണ്ടില്ലേ ഈ ഗ്ലാസ്സിലെ വെള്ളം മുഴുവനും ഞാൻ കുടിച്ചു കുടഞ്ഞു വെച്ചു ഇനി നിങ്ങൾ മനസ്സിലാക്കുക മൂത്രമൊഴിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതോ ചെറിയൊരു മസലയാണ് ജീവിതത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് പറയുക കാരണം സഹാബാക്കള് വരെ ഖബറിൽ ശിക്ഷയുണ്ടാക്കിയ ഒരു കാര്യമാണ് സഹാബാക്കളെ വരെ ഖബറിൽ ശിക്ഷയുണ്ടാക്കി കൊടുത്ത കാര്യം എന്താ അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ ഒരു ഖബർ ശിക്ഷിക്കപ്പെടുന്ന കാഴ്ചകൾ അല്ലാഹുവിന്റെ ഹബീബിന് എല്ലാ കാര്യങ്ങളും അറിയുമല്ലോ
ഈ ദുനിയാവിന്റെ മുഴുവൻ രഹസ്യങ്ങളുടെയും താക്കോല് സൂക്ഷിപ്പുകാരൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു ഖബറിൽ ശിക്ഷയുണ്ടാവും. വളരെ ഞെരുക്കവും ശബ്ദവും കേൾക്കുന്നു. പ്രിയപ്പെട്ടവർ ചോദിച്ചു, അല്ല ഇതാരുടെ ഖബറാണ്? സുബ്ഹാനല്ലാഹ്, സഹാബികൾ, കൂടെ വന്ന സഹാബികൾ പറഞ്ഞു കൊടുത്തു. അന്വേഷിച്ച് നോക്കുമ്പോൾ അത് സന്തത സഹചാരിയായ ഒരു സഹാബിയുടെ ഖബറാണ്. കാരണം എന്താണ് സഹോദരാ? ആ സഹാബിയെ കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ മൂത്രമൊഴിച്ചിട്ട് നല്ലതുപോലെ മൂത്രം ശുദ്ധിയാക്കാത്ത ആളാണ്. കണ്ടില്ലേ സഹോദരന്മാരെ, ഈ ഗ്ലാസിൽ നിന്ന് ഞാൻ കുടഞ്ഞ് വെള്ളം കളഞ്ഞതല്ലേ? ഇപ്പോൾ ഇതിൽ നിന്ന് വെള്ളം വിറ്റിറ്റ് വീഴുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ചെറുപ്പക്കാരാ, നീ മൂത്രപ്പരയിലേക്ക് കയറിയിട്ട് മൂത്രമൊഴിച്ചു പെട്ടെന്ന് തന്നെ നിന്റെ ജനനേന്ദ്രിയം നീ കഴുകിയിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ഗ്ലാസിൽ നിന്ന് ഇതുപോലെ ഇറ്റിറ്റ് വീണ കണക്ക് നിന്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് മൂത്രം താഴേക്ക് വീഴുന്നു. നിന്റെ നിസ്കാരം ഫസാദല്ലേ? നജസിലായി നീ നിസ്കരിച്ചില്ലേ ചെറുപ്പക്കാരാ? ഈ നിസ്കാരക്കാരെ കുറിച്ചല്ലേ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് സർവനാശവും ഉണ്ട് എന്ന് അല്ലാഹു പറഞ്ഞതല്ലേ? അതേത് നിസ്കാരക്കാരാണ്? ചെറുപ്പക്കാരാ, ടൈറ്റ് ഫിറ്റ് ഫാൻഡ് വിട്ടുകൊണ്ട് നീ മൂത്രപ്പരയിലേക്ക് കയറിയിട്ടോ നീ മൂത്രമൊഴിച്ചു പോകുമ്പോൾ മോനെ, മൂത്രത്തിന്റെ അംശം അതാ ബാക്കിയാകുമ്പോൾ നീ റുക്കൂ ചെയ്യുന്ന വേളയിലാണ് ആ മൂത്രം താഴേക്ക് നിന്റെ വസ്ത്രത്തിൽ വീഴുന്നത്. മൂത്രം നജസല്ല എന്ന് ഒരൊറ്റ ഇമാമിങ്ങളും അഭിപ്രായപ്പെട്ടിട്ടില്ല. അഭിപ്രായപ്പെട്ട ഇമാമിങ്ങളെ റദ്ദ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് മനസ്സിലാക്കൂ ചെറുപ്പക്കാരാ, നിസ്കാരം വെറുതെ നിസ്കരിച്ചാൽ മതിയോ? ഇതുപോലെയുള്ള നിസ്കാരക്കാരെ അല്ലാഹു വിളിക്കുകയില്ല. എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, നിങ്ങളും മനസ്സിലാക്കൂ. നിങ്ങൾക്കും നിങ്ങളുടെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ആർത്തവരക്തത്തിന്റെ സമയങ്ങളുണ്ടോ? അത് ശുദ്ധിയാകുന്ന വേളകൾ മുഴുവനും നിങ്ങൾ മനസ്സിലാക്കൂ. ആർത്തവരക്തത്തിന്റെ സമയം അതേ കുറഞ്ഞത് ഒരു ദിവസമാണല്ലോ, ഒരു രാവും ഒരു പകലുമാണല്ലോ. അതങ്ങ് കൂടിയാൽ ചിലപ്പോൾ 7 ദിവസമാണല്ലോ, അധികരിച്ചാൽ 15 ദിവസമാണല്ലോ. നമ്മുടെ കേരളത്തിലുള്ള അല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്തിലുള്ള നമ്മുടെ സഹോദരിമാരുടെ ആർത്തവരക്തം മിക്കവാറുമുള്ളതൊക്കെ ഒരു 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അതാ പരിപൂർണമായി അത് മാറുന്നു. ആർത്തവരക്തം അതാ 7 ദിവസത്തിന്റെ ഉള്ളിൽ മുറിഞ്ഞാൽ മുറിഞ്ഞത് മുതലോ ശുദ്ധിയായി കുളിച്ച് നിസ്കരിച്ചോ പെണ്ണേ, അല്ലെങ്കിൽ നിസ്കാരം ഫസാദാണ് കേട്ടോ, നിസ്കാരം ഖദാണ് കേട്ടോ. ഇങ്ങനെ നിസ്കാരത്തിൽ ഒരുപാട് ശ്രദ്ധ നാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനതലങ്ങളിൽ എപ്പോഴും നമ്മുടെ മനതലങ്ങളിൽ നിസ്കരിക്കണം നിസ്കരിക്കണം എന്ന ചിന്ത വേണം. അങ്ങനെയാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത്, വഇഖാമുസ്സലാ അല്ലെങ്കിൽ അഖാമുസ്സലാ. നിസ്കാരത്തിന് വേണ്ടി നിസ്കരിക്കണം എന്ന പദപ്രയോഗം നടത്തുന്നത് വരെ ഇഖാമയെന്നോ അഖാമയെന്നോ ആണോ? നാം കേട്ടിട്ടില്ലേ, വിദേശ നാടുകളിൽ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു കാറ്റ് തരുമല്ലോ, ഇഖാമയെന്നോ അഖാമയെന്നോ അതിന് പറയാം. എന്തിനാണോ? ഇതെപ്പോഴും നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിക്കേണ്ട സാധനമാണോ? ഇതുപോലെയാണോ നിന്റെ മനസ്സിൽ എപ്പോഴും നീ നിസ്കാരം നിലനിർത്തുക, ജീവിതത്തിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിക്കുക. അതുകൊണ്ട് ഉമ്മമാരെ, നിസ്കാരത്തിന്റെ വാതിലിലൂടെ നിന്നെ വിളിക്കണോ? നിസ്കാരം മുറ പോലെ നിർവഹിക്കൂ.
കാരണം ഖബറാകുന്ന വീട്ടിൽ നമുക്ക് വളരെ പ്രയാസം അനുഭവപ്പെടേണ്ടതുണ്ടോ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരെ നാളെ അല്ലാഹു പ്രത്യേകമായ സജ്ജമാക്കിയ സ്ഥലത്തിലൂടെ സ്വർഗീയ ആരാമത്തിലെത്തിക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് പറയാം. രണ്ടാമത്തെ സ്വർഗത്തിന്റെ വാതിലേതാണ്? ഫമൻകാന മിൻ അഹ്ലിൽ ജിഹാദ് ദുഇയ മിൻ ബാബിൽ ജിഹാദ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആരാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക്, ഇസ്ലാമിന് വേണ്ടിയിട്ടോ പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ടോ ആരാണ് യുദ്ധം ചെയ്യുന്നവരാരാണ്? ഇത് പറഞ്ഞതുകൊണ്ടോ എന്നെ കേൾക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവര് തെറ്റിദ്ധരിച്ചു പോകരുതേ. കാരണം ഇതേതാണ് സ്വന്തം ശരീരത്തിനോട് ചെയ്യുന്ന ജിഹാദിനെ കുറിച്ചാണ് പറഞ്ഞതോ. സ്വന്തം ശരീരത്തിനോട് ചെയ്യുന്ന ജിഹാദോ, അതേ സ്വന്തം ശരീരത്തിനോട് ചെയ്യുന്ന ജിഹാദ്, ആ ജിഹാദാണ് ഏറ്റവും വലിയ യുദ്ധമെന്നോ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സലാത്ത് പോയി. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വന്തം ശരീരത്തിനോട് ചെയ്യുന്ന യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധമെന്ന് ഹബീബ് പഠിപ്പിക്കുന്നു. അതേ, പണ്ടൊരു കഥ നാം കേട്ടിട്ടില്ലയോ? ലൈല മജ്നൂൻ എന്ന് പറയുന്നവരുടെ കഥ. നമ്മുടെ ഉമ്മമാരൊക്കെ പണ്ട് വായിച്ചിട്ട് ലൈല മജ്നൂനിന്റെ കഥ അല്ലേ? ആ ലൈല മജ്നൂനിനെ ഉദാഹരണപ്പെടുത്തിക്കൊണ്ട് മഹാരഥന്മാര് പറയുന്നുണ്ടോ? എന്താ പറഞ്ഞത്? ലൈലയാകുന്ന പ്രേമ സഖിയെ കാണാൻ വേണ്ടിയിട്ട് മജ്നൂനാകുന്ന കൈസായ ഭ്രാന്തൻ അവൻ ലൈലയെ കാണാൻ വേണ്ടിയിട്ട് ലൈലയുടെ വീട്ടിന്റെ അരികിൽ വരും. ലൈലയുടെ വീടിന്റെ അരികിൽ വീട്ടിന്റെ അരികിൽ വരുമ്പോൾ ലൈല വീട്ടിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് തോഴിമാരോട് പറയും, ദോ എന്നെ കാണാൻ കൈസ് വരുന്നുണ്ട്, അതുകൊണ്ട് കൈസിന്റെ മുന്നിലേക്ക് ആ നായയെ അങ്ങ് അഴിച്ചു വിടൂ. സുബ്ഹാനല്ലാഹ്. കൈസിന്റെ മുന്നിലേക്ക് നായയെ അങ്ങ് അഴിച്ചു വിടാൻ. ലൈല ഇങ്ങനെ പറയുമ്പോൾ ചോദിക്കും, അല്ല ലൈല, നിന്നെ കാണാനല്ലേ നിന്റെ പ്രേമസഖി വന്നതോ? ആ പ്രേമസഖിയെ കടിക്കുവാനോ ആക്രമിക്കുവാനാണോ നീ പറയുന്നതോ? ലൈല പറയുന്നു, അതേ, ഈ കൈസാകുന്ന എന്റെ പ്രേമസഖിയുണ്ടല്ലോ, അവൻ എന്നെ തേടി വരുമ്പോൾ അവന്റെ മുന്നിൽ നായ പ്രശ്നമല്ല. അതല്ലേ കൈസദാ നടന്നു വന്നിട്ടോ ലൈല താമസിക്കുന്ന വീടിന്റെ മുന്നിൽ വന്നിട്ട് ലൈലയുടെ വീടിലേക്ക് അമ്റുഹല ജിദാരി ദിയാരി ലൈല ഓ ഖബ്ലുദൽ ജിദാര ബദൽ ദിയാറോ. ആ ലൈലയെ ചുംബിക്കുന്നതിന് പകരം അതാ ലൈലയുടെ വീടുകൾ ചുംബിക്കുന്നു. ഇങ്ങനെ സ്നേഹിച്ച, ഇത്രമാത്രം സ്നേഹിച്ച കൈസ് കടന്നു വരുമ്പോൾ നായയെ അഴിച്ചുവിടുന്നത് എന്തിനാണോ? എന്തിനാണ് ലൈല എന്ന് ചോദിച്ചപ്പോൾ ലൈല പറയുന്നു, കൈസിന്റെ മനതലങ്ങളിൽ ഈ എന്നോടുള്ള പ്രേമം മണപൊട്ടിയൊഴുകുകയാണ്. അതുകൊണ്ട് കൈസിന്റെ മുന്നിലുള്ള നായ എന്നെ കാണുന്നതിന് തടസ്സമല്ല, ഞാനുമായി സഹകരിക്കുന്നതിന് അതേ നായ തടസ്സമാകുന്നില്ല. ആ കൈസ് അതുപോലെ നടന്നു വരുമ്പോൾ നായ കടിക്കുമ്പോൾ നായയുടെ കടി പ്രശ്നമല്ല, വകഞ്ഞു മാറ്റിയിട്ട് ലൈലയുടെ മുന്നിലേക്ക് ഓടിയെടുക്കുന്നു. ഇമാമിങ്ങൾ പറയുന്നു, ഇതുപോലെ ചെറുപ്പക്കാരാ, നീ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ പള്ളിയിൽ ളുഹർ ബാങ്ക്
ബാങ്ക് കേൾക്കുമ്പോൾ നിന്നെ അതാ പുതിയ സിനിമ റിലീസായിട്ടോ നിന്റെ കൂട്ടുകാരൻ അതാ മൂവാറ്റുപുഴയ്ക്ക് പോകാൻ വിളിക്കുന്നു, നെല്ലിക്കുഴിക്ക് പോകാൻ വിളിക്കുന്നു, എറണാകുളത്തിന് പോകാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ അടുത്തുള്ള പ്രദേശത്ത് പോകാൻ വിളിക്കുന്നു. അതൊക്കെ അതാ ലൈലയുടെ മുന്നിലുള്ള നായയായി സങ്കൽപ്പിക്കൂ ചെറുപ്പക്കാരാ. അത് മുഴുവനെയും വകഞ്ഞു മാറ്റിയിട്ടോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖൈസ് ലൈലയെ പ്രേമിച്ചതിനേക്കാളോ 10 മടങ്ങ് സ്നേഹവുമായി പരിശുദ്ധമായ പള്ളിയിലേക്ക് ചെല്ലൂ. അത് സ്വന്തം ശരീരത്തിനോടുള്ള യുദ്ധമാണ്. ഫഇന്ന അമ്മാറതി ബിസൂഇ മാ തഅലത്. സ്വന്തം ശരീരത്തിനോട് യുദ്ധം ചെയ്തുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്തിയിട്ടോ നീ ഇബാദത്തിലേക്ക് അടുക്കൂ. അതേ, നീ സദഖ കൊടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പോകട്ടെ അടുത്ത വാതിന് കൊടുക്കാം, അല്ലെങ്കിൽ പോകട്ടെ വെള്ളിയാഴ്ചയിൽ കൊടുക്കാം എന്ന് നിന്നെ പിന്തിരിപ്പിക്കുന്നതാരാണ്? അതിനെയൊക്കെ നീ വകഞ്ഞു മാറ്റൂ. എന്നിട്ട് സ്വന്തം ശരീരത്തിനോട് യുദ്ധം ചെയ്ത് അല്ലാഹുവിന്റെ സ്വർഗീയ ആരാമം നീ ആഗ്രഹിക്കൂ ചെറുപ്പക്കാരാ. മൂന്നാമതായി ഇമാമിങ്ങൾ എണ്ണുന്നു. ആരാണ്? ഫമൻകാന മിൻ അഹ്ലി സദഖ ദുഇയ മിൻ ബാബി സദഖ. മൂന്നാമത്തെ വാതിൽ ബാബു സദഖ, സദഖയുടെ വാതിൽ. സദഖയുടെ വാതിൽ ഒരുപാട് വിഷയങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുവാനുണ്ട്. സദഖ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ സദഖ, അത് സക്കാത്ത്. പോകട്ടെ സുന്നത്തായ സദഖകൾ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് സഹാബാക്കൾക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ സഹോദരിമാര്, ഭാര്യമാര്, അതുപോലെ മറ്റുള്ള സഹാബി വനിതകള് മറുഭാഗത്ത് മറയോടുകൂടി ഇരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുന്നു, എന്റെ സഹോദരിമാരെ, നിങ്ങളെ അതാ നരകത്തിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് ഈ സൂപ്പർ സ്പേസ് വിമാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഒരു വലിയ യാത്ര നടത്തിയത് നമുക്ക് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അത്ഭുതങ്ങളുടെ കലവറകളിലേക്ക് ആകാശത്തിന്റെ നീലിമകൾ കീറിമുറിച്ചുകൊണ്ട് അത്ഭുതങ്ങളുടെ കലവറകളിലേക്ക് കടന്നു ചെന്ന ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുന്നതാ ഒന്നാനാകാശവും രണ്ടാനാകാശവും അങ്ങനെ 7 ആകാശവും കടന്ന് സ്വർഗം കാണുന്നു, നരകം കാണുന്നു. നരകമങ്ങ് കാണുന്ന വേളയിൽ അതാ എന്റെ ഉമ്മമാരെ മനസ്സിലാക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് സ്ത്രീകളെ കാണുന്നു. എവിടുന്നാണ് സ്ത്രീകളെ കാണുന്നത്? എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്? നരകീയമായ ശിക്ഷയിൽ കടന്ന് വേദനാജനകമായ അന്തരീക്ഷത്തിൽ സഹോദരിമാർ അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നു. ചില സ്ത്രീകളുടെ നാവുകൾ പുറത്തേക്ക് തള്ളിയിട്ടതാ വലിച്ച് അതാ വലിയ മരത്തിലേക്ക് കെട്ടിയിടുന്നു. ചില സ്ത്രീകളുടെ തലമുടികൾ പിടിച്ച് വലിച്ചു വാരി കെട്ടിയിടുന്നു. ചില സ്ത്രീകളെ അതാ നരകത്തിലുള്ള മലക്കുകളോ ചില സ്ത്രീകളെ വായ പിടിച്ച് പിളർത്തുന്നു. ചില സ്ത്രീകൾ സ്വന്തമായി നെഞ്ച് പിളർത്തുന്നു. ചില സ്ത്രീകൾക്ക് അതാ നഖം അതാ ചെമ്പ് തറച്ചതായ നഖം ഫിറ്റ് ചെയ്തിട്ടും ആ നഖം കൊണ്ട് കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുന്നു. ഇങ്ങനെ ഭയാനകരമായ അന്തരീക്ഷം കണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു, സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് കണ്ടുകൊണ്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ സദഖ കൊടുക്കൂ. ഒരൊറ്റ വർത്തമാനമങ്ങ് പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശാലുമായി കൊടുത്തു വിടുമ്പോൾ ബിലാൽ റളിയല്ലാഹു
പൊന്നു അവിടുത്തെ ഷാള് കൊണ്ടുവരുമ്പോൾ ആ ഷാളിൽ നിന്ന് രക്തം അതാ ഇറ്റിറ്റിങ്ങനെ വീടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഷാളങ്ങ് വാങ്ങി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അതാ ഷാളിൽ കിടക്കുന്നു സ്വർണത്തിന്റെ ഞാത്താണ് കിടക്കുന്നത്, സ്വർണത്തിന്റെ കമ്മലാണ് കിടക്കുന്നത്, സ്വർണത്തിന്റെ സ്വർണാഭരണങ്ങളാണ് കിടക്കുന്നത്. ഒരു കമ്മല് പരിശോധിച്ചപ്പോൾ ആ കമ്മലിൽ നിന്ന് അതാ ചെറിയ രീതിയിൽ മാംസം അവിടെ ഒട്ടിയിരിക്കുന്നു. ഇതാരാണ് ഈ കമ്മല് തന്നത് ചോദിച്ചപ്പോൾ അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ആരുമല്ല നബിയേ. അങ്ങനെ തുടങ്ങിയ മഹദി അവറുകളോ അതുപോലെയുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഇങ്ങനെയുള്ള മഹദികളാണ് ഈ സ്വർണം സദഖയായി തന്നത് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, എന്താണ് ഇത്ര ധൃതി പിടിച്ചിങ്ങ് തന്നത്? അവിടുന്ന് പറയുന്നു, നബിയേ, അങ്ങതാ ചോദിക്കുന്ന വേളയിലോ ഞാൻ എന്റെ കാതിൽ നിന്നെങ്ങാനും മെല്ലെ ഊരുമ്പോൾ അതാ സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എന്റെ ആത്മാവിനെ പിടിക്കുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ധൃതി പിടിച്ച് ഞാൻ ഊരാൻ നിൽക്കാതെ എന്റെ കാതിൽ നിന്ന് വലിച്ചു പറിച്ചതാണ് നബിയേ. എന്നിട്ടതാ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരിമാരെ പറയട്ടെ, മരണം എത്ര പെട്ടെന്നാണ് നമ്മുടെ വാതിലിലേക്ക് കടന്നു വരുന്നതോ. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ആഴ്ചയും നിങ്ങൾ വായിച്ചില്ലേ, ഇക്കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് സാധുവായ ഞാൻ ജോലി നോക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ മഹലിൽ നിന്ന് അതേ ഒരു 5 ശവശരീ 5 മൃതദേഹങ്ങളതാ പുതുത്തെരുവ് മഹലിലേക്ക് കൊണ്ടുവച്ച ചരിത്രം നിങ്ങൾ പത്രത്തിലൂടെ വായിച്ചതല്ലേ സഹോദരന്മാരെ. കൂട്ടുകുടുംബങ്ങളുമായി വീട്ടിൽ നിന്നൊരു വാഹനത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് ബന്ധുവിന്റെ പാലുകാച്ച് ചടങ്ങിന് പോയതാണ്. ഇറങ്ങുന്ന സമയത്ത് തീരുമാനിച്ചതല്ല. സുബ്ഹാനല്ലാഹ്, അവസാന യാത്രയാണെന്ന് അവരാരും മനസ്സിലാക്കിയില്ല, അവരാരും ചിന്തിച്ചില്ല. അവസാനമതാ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തിരികെ വീട്ടിൽ വരുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 5 മയ്യത്തുകൾ കൊണ്ടുവന്ന് വീട്ടിലേക്ക് വെച്ച ഒരു ദുരവസ്ഥ. അല്ലാഹുവേ, നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ആർക്കാണ് പറയാൻ കഴിയുന്നതോ? വിദേശത്ത് നിന്ന് മകനിങ് വീട്ടിലേക്ക് പറന്നെത്തിയപ്പോൾ അവനെ ചുടുചുംബനങ്ങൾ അർപ്പിച്ച് പറഞ്ഞു വിട്ട മാതാവ് അതേ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അവസാനമായി അവന്റെ രാത്രി പങ്കിട്ട് അവന്റെ ഭാര്യ 3 കഷ്ണം പൊതിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അതേ അവന്റെ ഉമ്മയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, പാപ്പയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, അവന്റെ ഉമ്മയുടെ സഹോദരിയെയും പാപ്പയുടെ സഹോദരിയെയും പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അറിഞ്ഞോ സഹോദരാ, വൽ മൗതു അദിനാ മിൻ ശിറാകി നൈലിഹി, മരണം എത്രയാണോ നമ്മുടെ കാലിന്റെ വാറ്, കാലിന്റെ ചെരുപ്പിൽ അണിഞ്ഞിരിക്കുന്ന വാറ് നമ്മുടെ കാലോട് എത്രമാത്രം അടുത്തിരിക്കുന്നുവോ അതിനേക്കാളും മരണം നമ്മുമായി അടുത്തിരിക്കുന്നു. അല്ലാഹുവേ, നീ കാക്കണേ നാഥാ. പെടുന്നനെയുള്ള അപകട മരണങ്ങളോ ദുർമരണങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുവാൻ നബി തങ്ങൾ പറഞ്ഞു തരുന്നു. നിങ്ങൾ കൊടുക്കൂ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സദഖ ചെയ്യൂ. അൽഹംദുലില്ലാഹ്, നാട്ടുകാര് തുനിഞ്ഞിറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ് സുജൂദ് ചെയ്യാൻ ഒരു മസ്ജിദ് നമ്മുടെ പ്രാന്തപ്രദേശത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ തൗഫീഖ് കൊണ്ട് ഒരുക്കി തന്നിരിക്കുന്നു. ഇനി സഹായ സഹകരണങ്ങളോ എന്റെ ഉമ്മമാരെ, കഴിഞ്ഞുപോയ ഈ കേരളത്തിന്റെ പഴയകാല പള്ളികളുടെ ഭിത്തികളിലൊന്ന് മാന്തി തുറന്നു നോക്കുമ്പോൾ
പറയുമ്പോൾ നിങ്ങളുടെ ഞാത്തിന്റെ കഥ പറയുന്ന കല്ലുകൾ കേരളത്തിന്റെ പള്ളികളിലുണ്ടോ? അതുപോലെ നിങ്ങളുടെ സ്വർണത്തിന്റെ കഥ പറയുന്ന പള്ളികളുണ്ടോ? അതൊക്കെ നിങ്ങളുടെ മുൻഗാമികൾ ചെയ്തു വെച്ചപ്പോ സുന്ദരമായ സുസ്ഥിരമായ സേവനങ്ങളാണ് എങ്കിലോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം സ്വർഗീയ ആരാമത്തിലെത്തണ്ടേ? പെടുന്നണിയുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണ്ടേ? അല്ലാഹുവേ, ഈ പള്ളിയിൽ ആരെല്ലാം സുജൂദ് ചെയ്യുന്നുവോ അവരെ സുജൂദിന്റെ ഒരു ഭാഗം നിന്റെ ജീവിതത്തിൽ വരുന്നു. മാത്രമാണോ തീർന്നില്ല, അവസാനം ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ഒരു ജാരിയായ സദഖയായി നിന്റെ ഖബറിൽ വരുന്നു. ദുനിയാവിൽ അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുന്നു. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് മടികൂടാതെ എന്റെ ഉമ്മമാരെ പറയൂ, ഇൻഷാ അല്ലാഹ് എന്റെ ജീവിതത്തിൽ ഒരു രോഗവും ഒരു മരണത്തിന് ഹേതുവാകുന്ന, പെടുന്നതിനെ മരണത്തിന് ഹേതുവാകുന്ന മാരകമായ രോഗങ്ങളൊന്നും എന്റെ ശരീരത്തിൽ വരാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ടോ നിങ്ങൾ മനസ്സിലാക്കൂ സഹോദരന്മാരെ. ആത്മീയ സിരാ കേന്ദ്രങ്ങൾ അന്വേഷിച്ചോ ഇന്ന് ഭൗതിക സിരാ കേന്ദ്രങ്ങളിലുള്ളവർ തിരക്കി നടക്കുകയാണോ? സുബ്ഹാനല്ലാഹ്. കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇവിടെ സ്കാനിങ്ങിന് 100% കഴിയുകയില്ല. അത് MRI സ്കാനിങ്ങിനും കഴിയുകയില്ല, ഒരൊറ്റ സ്കാനിങ്ങിനും കഴിയുകയില്ല, അതേ ഒരു എൻഡോസ്കോപ്പിനും കഴിയുകയില്ല. ശരീരത്തിലെ 100% രോഗങ്ങൾ കണ്ടുപിടിക്കാൻ അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾക്ക് സാധ്യമല്ല എന്ന് ശാസ്ത്രലോകം സമ്മതിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയുടെ മണൽപ്പരപ്പിൽ ഇരുന്നു കൊണ്ട് മദീനയിലെ രാജാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നു, സദഖ കൊണ്ട് തട്ടിക്കളയൂ. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഈ പള്ളി ഇവിടെ നിലനിൽക്കുന്നു. ആരെല്ലാം ഇവിടെ സുജൂദ് ചെയ്യുന്നു, അതിന്റെ ഒരു ഭാഗം എന്റെ ഖബറിലേക്ക് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലേക്കും എന്റെ ഖബറിലേക്കും വരുമല്ലോ എന്ന് ചിന്തിച്ചോ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ അല്ലാഹു നമുക്ക് മനസ്സ് നൽകട്ടെ. എന്റെ സഹോദരിമാർ, ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ പറയുക. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നെല്ലിക്കുഴിയിലെത്തുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ. ആത്മീയമായ സദസ്സുകൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെന്ന് നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് ഒരുപാട് പറയുവാൻ ആഗ്രഹിക്കുന്ന കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നടക്കുന്ന ഒരു നേർച്ച സദസ്സിലേക്ക് ഞാൻ സംഭാവന ചെയ്തു. ഉസ്താദേ, അൽഹംദുലില്ലാഹ് എന്റെ മോള് കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചു, അവക്കൊരു പെൺകുട്ടിയെ കിട്ടി. 4 ആൺകുട്ടികളുടെ ഇടയിൽ ഒരു പെൺകുട്ടി. അല്ലാഹു സുബ്ഹാനഹു തആല ആ പെൺകുട്ടിയെ സാലിഹത്തായി വളർത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആയ്ക്ക് നേതൃത്വം നൽകാൻ ഉസ്താദ് അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സഹോദരിമാരെ, ഒരുപാട് വിഷയങ്ങൾ ആത്മീയമായ സദസ്സുകൾ കൊണ്ട് നേടിയ ചരിത്രങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. നമ്മുടെ മുൻകാലങ്ങളിലെല്ലാം നമുക്ക് അനുഭവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്താം. എത്രമാത്രമാണ് സ്വർഗം ആഗ്രഹിച്ചു പോയതോ, എവിടെല്ലാമാണ് ഏതെല്ലാം സഹാബികൾ അല്ലാഹുവേ സ്വർഗീയ ആരാമത്തിലെത്തണം എന്ന് ചിന്തിച്ച എത്ര മഹാരഥന്മാർ അറിയില്ലേ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു അവസാനമായ സ്വർഗീയ ആരാമത്തിലേക്ക് ആഗ്രഹിച്ചുകൊണ്ടോ അതാ ഭൗതികമായ എല്ലാ സുഖാഡംബരങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ടോ, അതേ എല്ലാ സുഖാഡംബരങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ടോ, ഭൗതികമായ എല്ലാ സുഖങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ടോ ഫാത്തിമ എന്ന സഹോദരി ഒരു സ്വർണം, അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ അല്ലാ.
അറിയില്ലേ സഹോദരന്മാരെ, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു സ്വർഗീയ ആരാമത്തിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടിയിട്ടോ അതാ ഒരു പെണ്ണിന്റെ ചെറിയൊരു ഉപദേശം അങ്ങ് മനസ്സിലാക്കിയിട്ടോ രാജകൊട്ടാരം വിട്ട് മഹാനവറുകൾ അതാ പുറപ്പെട്ടു പോകുന്നു. എവിടെയാണ് പോയതോ? ഖുറാസാൻ എന്ന് പറയുന്ന മലമുകളിലേക്ക് മഹാനവറുകൾ അങ്ങ് പോവുകയാണോ? ഖുറാസാൻ എന്ന് പറയുന്ന മലമുകളിലേക്ക് മഹാനവറുകൾ അങ്ങ് പോകുന്നു. എത്ര കൊല്ലമാണ് മഹാനവറുകൾ മാറുന്നതെന്നറിയുമോ? 25 കൊല്ലം മഹാനവറുകൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു. അവസാനം മകനതാ സ്വന്തം മകൻ അന്വേഷിക്കുന്നു. ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് മകന്റെ ബീജത്തുള്ളിയങ്ങോ അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചതുപോലെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഭാര്യയുമായി ബന്ധപ്പെട്ടു അതാ ബീജത്തുള്ളി ഗർഭാശയത്തിലേക്ക് അതാ നിർഗളിപ്പിച്ചിട്ടോ അങ്ങനെ അല്ലാഹുവിനെ തേടിയുള്ള യാത്രയിൽ മഹാനവറുകൾ പോവുകയാണോ? അവസാനം 25 കൊല്ലമായപ്പോൾ ആ ബീജത്തുള്ളിൽ നിന്ന് ജനിച്ചു വന്ന ഒരാൺകുട്ടി രാജ്യത്തിന്റെ ഭരണചങ്കോല് കൈയാളുന്ന സമയത്ത് തന്നെ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ എവിടെയാണ് എന്റെ ഉപ്പ? ഉമ്മ എനിക്കൊന്ന് കാണണമല്ലോ, ഉപ്പേ എനിക്കൊന്ന് കാണണമല്ലോ ഉമ്മ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ അതാ ഉപ്പയെ ചോദിക്കുമ്പോൾ ഉമ്മ പറയുന്ന, മോനെ 25 കൊല്ലമായി ഖുറാസാൻ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്റെ ബാപ്പ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണോ? ആ ഖുറാസാൻ എന്ന് പറയുന്ന പർവ്വത നിരയതാ മകന്നതാ പോകി കാണുമ്പോൾ ഒരുപാട് ഔലിയാക്കന്മാര് അവരെ ഇബാദത്ത് ചെയ്യുന്നു. അവിടെ ചെന്ന് അന്വേഷിക്കുന്നു, എവിടെ എന്റെ ബാപ്പ? എവിടെ ഇബ്രാഹിം ഇബ്നു അദ്ഹം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു മെലിഞ്ഞ് വെളുത്ത ഒരു മനുഷ്യനതാ നടന്നു വന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം മനസ്സിലാക്കിയിട്ടോ മഹാനവറുകൾ അതാ ആ പർവ്വത നിരയുടെ മുകളിൽ ഇബാദത്ത് ചെയ്ത് കഴിയുമ്പോഴാണ് മകൻ വന്നതോ. മകനോട് പറയുന്നു, ആരാണ് നിങ്ങളൊന്ന് ചോദിക്കുമ്പോൾ അറിയില്ലേ, ഞാൻ നിങ്ങളുടെ മകനാണ്. മഹാനവറുകൾ ചോദിക്കുകയാണോ, നീ മുസ്ലിമാണോ? ആദ്യമായി ചോദിക്കുകയാണ്, നീ മുസ്ലിമാണോ? അതെ, ഞാൻ മുസ്ലിമാണോ? രണ്ടാമതായി ചോദിക്കുന്നു, നീ ഒരു ആലിമാണോ? നീ ഇൽമ പഠിച്ചതാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സാന്ദർഭികമായി ഉണർത്തുന്നു, ഇന്ന് ഈ നമ്മുടെ കുടുംബങ്ങളൊക്കെ അണുകുടുംബങ്ങളായി മാറിയിരിക്കുകയാണ്. 1ഉം 2ലും നമ്മുടെ മക്കളെ ഒതുക്കുന്നു. സഹോദരന്മാരെ, ഇവിടെ ആത്മീയമായ ഔന്നത്യമുള്ളവർക്ക് മാത്രമേ ഈ ലോകത്തും പരലോകത്തും രക്ഷയുള്ളൂ. കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഉസ്താദവറുകളോ, അവിടുന്ന് കാറിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ തന്നെ എന്റെ മുന്നിലിരിക്കുന്ന നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരിച്ചില്ലേ? കാരണം എന്താണെന്നറിയുമോ? മഹാനവറുകൾ അഡ്വക്കറ്റാണോ? മഹാനവറുകൾ ഡോക്ടറാണോ? മഹാനവറുകൾ എഞ്ചിനീയറാണോ? അല്ല, അല്ല കേട്ടോ. മറിച്ച് ഏതാണ് മഹാനവറുകളുടെ പവർ എന്നറിയുമോ? ഇൽമിന്റെ പവറാണ്, അറിവിന്റെ പവറാണ്. കേരളക്കരയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് യാത്ര ചെയ്തു നോക്കൂ, നമുക്ക് കാണാൻ കഴിയുന്നില്ലേ സഹോദരന്മാരെ? എത്ര മഖ്സാറുകളാണ്, മഖബറകളാണ്. അവിടെ ആയിരങ്ങൾ കൂടുന്നില്ലേ? അവരിൽ ആരാണ് ഡോക്ടർമാരുള്ളതോ? അവരിൽ ആരാണ് എഞ്ചിനീയർമാരുള്ളതോ? അവരെല്ലാം അല്ലാഹുവിന്റെ മഹത്തായ ഇൽമ പഠിച്ചത് കൊണ്ടല്ലേ ഇന്ന് നമ്മുടെ മനതലങ്ങളിൽ നാം കൊണ്ടു നടക്കുന്നത്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചതുപോലെ മക്കളെ ആലിമീങ്ങളാക്കൂ.
എന്റെ കുടുംബത്തിൽ എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഫാത്തിഹ നല്ലതുപോലെ ഓതാൻ അറിയുന്ന ഒരു ആലിമിനെങ്കിലും എനിക്കൊന്നെടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ മക്കളെ ഇൽമിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞുവിടൂ. ഭൗതികമായ ലക്ഷ്യം കൊണ്ട് ഈ ലോകത്ത് തീരുന്നതല്ലേ ഇതെല്ലാം? 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് തീർക്കേണ്ടതുള്ളതല്ലേ? മണ്ണിലേക്ക് കൊണ്ടുവച്ചാൽ തീരുന്നതല്ലേ ഇതെല്ലാം? അതുകൊണ്ട് ചിന്തിക്കൂ സഹോദരന്മാരെ, ഇൽമിന്റെ വഴിത്താരയിലേക്ക് മക്കളെ പറഞ്ഞുവിടൂ. സമൂഹം ആദരിക്കട്ടെ, ഈ ലോകം ബഹുമാനിക്കട്ടെ. ഇതല്ലേ നമുക്ക് ആവശ്യം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു മകനോട് ചോദിക്കുന്നു, മകനേ നീ ആലിമാണോ? അവിടുന്ന് പറയുന്നു, ഞാൻ ഇൽമ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഈ രാജ്യത്തിന്റെ ഭരണചങ്കോൽ എന്റെ കയ്യിലാണ്. അതുകൊണ്ട് ബാപ്പാ 25 കൊല്ലമായി എന്റെ ഉമ്മ വിധവയാണ്. എന്റെ ഉമ്മ വിധവയാണ്. ആ ഉമ്മയ്ക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ കൊട്ടാരത്തിലേക്ക് വരൂ. ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയുന്നു, മോനെ തറക്തുൽ ഖൽഖ തുറം ഫീ റിളക വഅയ്തംദുൽ യാലിയ കൈ അറക. എല്ലാം വിട്ടെറിഞ്ഞു മോനെ. ഇനി ബാപ്പ ഭൗതികമായ സുഖത്തിലില്ല, സുഖാഡംബരങ്ങൾ മുഴുവനും വിട്ടെറിഞ്ഞു മോനെ. അവിടുന്ന് അങ്ങ് ചോദിച്ച വേളയിലോ അവിടുന്ന് പറയുകയാണ്, ബാപ്പാ ഇനി എപ്പോഴാണ് അങ്ങയെ കാണുന്നതോ? എന്റെ ഉമ്മയെ കാണാൻ അങ്ങ് വരുന്നില്ലയോ? ഇല്ല മോനെ. എന്നോടൊപ്പം ജീവിക്കാൻ അങ്ങക്ക് ആഗ്രഹമില്ലേ? ഇല്ല മോനെ. കൊട്ടാരത്തിൽ ഇബാദത്തിന്റെ സൗകര്യമൊരുക്കാം ബാപ്പാ. വേണ്ട മോനെ, എല്ലാം വലിച്ചെറിഞ്ഞതാണ് ബാപ്പ, അതുകൊണ്ട് വരികയില്ല. അവിടുന്ന് ചോദിക്കുന്നു, ബാപ്പാ ഇനി എപ്പോഴാണ് അങ്ങ് കാണുന്നതോ? എവിടെ വെച്ചാണ് അങ്ങ് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയുന്നു, അബവാണോ റബ്ബോൾ ജവാബ് മകനിലോദി അരിമക്കാനിയേ നാം കാണും ഖിയാമം നാളിൽ. ഖിയാമത്ത് നാളിൽ മോനെ കാണാമെന്ന് പറഞ്ഞു. ഖിയാമത്ത് നാളിൽ എവിടെയാണ് കാണുന്നതോ? നരകത്തിൽ അന്വേഷിക്കോ, മീസാനിൽ അന്വേഷിക്കോ, പരാജയപ്പെട്ടവരുടെ ഭാഗത്ത് അന്വേഷിക്കോ. അവിടെ ഒന്നും കണ്ടില്ല എങ്കിലും സ്വർഗീയ ആരാമത്തിലോ എവിടെയെങ്കിലും ഒരു മൂലയിൽ അന്വേഷിക്കൂ മകനേ. ഇതങ്ങ് പറഞ്ഞപ്പോൾ എന്റെ സഹോദരാ, സ്വർഗത്തിന്റെ മൂലയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം അന്വേഷിച്ചതെങ്കിലോ, മനസ്സിലാക്കിയതെങ്കിലോ, ആഗ്രഹിച്ചതെങ്കിലോ, അല്ലാഹുവേ ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാ. മഹാനായ തളുവാ ഉസ്താദ് പറഞ്ഞതുപോലെ അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കലിൽ മാത്രമാ ദയ്യാനേ. മഹാരഥന്മാര് പാടിയതുപോലെ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. അല്ലാഹുവേ ഓശാരമായ സ്വർഗം നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടി വാഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.